ചില വകുപ്പുകളുണ്ട് ഒരു പെൺകുട്ടിയുടെ പുറകെ സെക്ഷൽ ഇൻറ്റൻഷനോട് കൂടി പുറകെ നടന്നാൽ പോലും പിടിച്ചകത്തിടാനുള്ള വകുപ്പുണ്ട്. ചെറുക്കൻ്റെ പാരൻസിനെ വിളിച്ചും പറയും വെറുതെ ആവശ്യമില്ലാതെ ബോക്സോ കേസിൽ പ്രതിയാവേണ്ട കാര്യമില്ല, 10-18 ഒക്കെ ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സൗകര്യം പോലെ ആയി. കുട്ടി പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ അമ്മാവനും എൻ്റെ ആങ്ങളെയും എന്നെ പീഡിപ്പിച്ചിട്ടുണ്ട്. കുറേ ചീത്ത പറഞ്ഞു, സ്വന്തം പെങ്ങളല്ലേടാ, അമ്മയുടെ ഗർഭപാത്രത്തിൽ അവളെ ചവിട്ടിയിട്ടിട്ട് ഇറങ്ങിപ്പോകുന്നവനല്ലേടാ നീ, നിനക്കിതെങ്ങനെ തോന്നിയിടാ, നീ മനുഷ്യനാണോടാ. വലിച്ചതിൻ്റെ അടുത്ത് ഇട്ടിക്കാനായിട്ട് കയ്യും പൊക്കിക്കൊണ്ട് ചെന്നു. അപ്പോൾ സ്ഥലത്തല്ലല്ലേ ഞാൻ ചെയ്താണെന്ന്. സാർ, ഈ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ, പ്രത്യേകിച്ച് ഈ പീഡന കേസുകൾ ധാരാളമായിട്ട് ഈ കാലത്ത് വർദ്ധിച്ചു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ കേസുകളിൽ പലതരത്തിൽ, ഇപ്പോൾ കേരളത്തിൽ തന്നെ ഏറ്റവും അടുത്ത് വിവാദമായൊരു കേസാണ് ഒരു പത്തനംതിട്ടയിൽ ഒരു വ്യാജ പോക്സോ കേസ് കൊടുത്തു, അതിലെ പ്രതിയെ പിടിച്ചതുമായി ബന്ധപ്പെട്ടൊരു കേസ് വ്യാജ പരാതിയായിരുന്നു എന്ന് പിന്നീട് കണ്ടെത്തുന്നു. അങ്ങനെ സാറിൻ്റെ ഒരു അനുഭവത്തിൽ ഇത്തരത്തിൽ ഒരു പീഡന കേസ് ചാർജ് ചെയ്യുന്നു, അതിൻ്റെ അന്വേഷണത്തിൽ ഈ പ്രതി ചേർത്തയാൾ നിരപരാധിയാണെന്ന് കണ്ട് വിട്ടയക്കുന്ന ഒരു സാഹചര്യം സാറിൻ്റെ സർവീസിൽ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു സംഭവം ഒന്ന് പറയാമോ സാർ? 2016 ഞാൻ എറണാകുളം റൂറലിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ അന്ന് സർക്കിളാണ്. അപ്പോൾ ഒരു സർക്കിൾ ഇൻസ്പെക്ടറായിട്ട് ജോലി ചെയ്യുന്നൊരു സമയം. പക്ഷേ ഞാനിത് പറയുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഇപ്പോൾ സാധാരണഗതിയിൽ ഇത്തരം വീഡിയോകളിലൊക്കെ നമ്മളതിൻ്റെ താഴെ നമ്മൾ ഈ കമൻറ്റുകൾ നോക്കുമ്പോൾ ആളുകൾ ഒന്നിച്ച് ഈ റിട്ടയറായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, എസ് പിമാരും DSP മാരൊക്കെ ഭയങ്കര ഗീർവാണ് അടിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ കമൻറ്റുകൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് സത്യത്തിൽ നിങ്ങളോടും പ്രേക്ഷകരോടും ഒക്കെ പറയാനുള്ളത്, ഞാൻ സത്യത്തിൽ അങ്ങനെ ഒരു കീറാൻ വേണ്ടി വന്നിരിക്കുന്നതല്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച എൻ്റെ അനുഭവ സാക്ഷ്യം പലപ്പോഴും ഈ തീക്കൂണ്ടത്തിലൂടെയൊക്കെ നടന്നു പോകേണ്ടി വന്നിട്ടുള്ള ഒരാൾ, സത്യത്തിൻ്റെ കൂടെ നിന്നതിന് അനുഭവിക്കേണ്ടി വന്ന കുറേ അനുഭവങ്ങൾ, തിക്താനുഭവങ്ങളും നല്ലതൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരം അനുഭവങ്ങൾ, ആ അനുഭവത്തിൻ്റെ നേർസാക്ഷ്യം ജനങ്ങളിലേക്ക് എത്തുക എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് മാത്രമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ തന്നെ മിഥുനോട് ചോദിച്ചറിയാം. മിഥുന് 4-5 മാസമായിട്ട്, ഞാനിപ്പോൾ റിട്ടയറായിട്ട് 1 വർഷത്തോളമായി, പലരും എന്നെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. എനിക്കിതിൽ ഇങ്ങനത്തെ കമൻറ്റുകളൊക്കെ വന്നാണ് എനിക്കിത് താല്പര്യമില്ല. പക്ഷേ ആ മിഥുൻ്റെ ഒരു ഫോളോ അപ്പ് 3-4 മാസമായിട്ട് എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ അങ്ങനെ ഇതൊന്ന് എന്നാൽ അറിയണമല്ലോ എന്നുള്ള അയാളുടെ ഒരു എഫർട്ടിൻ്റെ കൂടി പുറത്ത്, പിന്നെ എനിക്ക് അറിയണമെന്നുള്ള ഒരു അദമ്യമായ ഒരു ആഗ്രഹം എനിക്കുള്ളതിൻ്റെ പുറത്ത് എൻ്റെ ഒരു അനുഭവ സാക്ഷ്യം ജനങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ കയറാൻ വേണ്ടി വന്നിരിക്കുന്നതല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞ എറണാകുളം റൂറലിലെ ഒരു സർക്കിളിൽ ഞാൻ സർക്കിൾ ഇൻസ്പെക്ടറായിട്ട് ജോലി ചെയ്യും 2016. അപ്പോൾ ഒരു മിസ്സിങ് കേസ് ഉണ്ടാകും. അപ്പം മിസ്സിങ് കേസ് ഉണ്ടാകുമ്പോഴെന്ന് പറഞ്ഞാൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, മിസ്സിങ് കേസിൽ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികൾ അല്ലെങ്കിൽ അവിവാഹിതകൾ, ഇങ്ങനെയുള്ള ആൾക്കാർ പോയി കഴിഞ്ഞാൽ ആ കേസിൻ്റെ അന്വേഷണം സർക്കിൾ ഇൻസ്പെക്ടർക്കാണ്. അങ്ങനെയുണ്ട്. കൊലപാതക കേസിലും അങ്ങനെയാണ്. അപ്പോൾ അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പോലീസിൽ ഇപ്പോൾ കേരളത്തിലൊരു സംവിധാനം അനുസരിച്ച് മെജോറിറ്റി ഓഫ് ഒരു ഗ്രേവ് സ്വഭാവമുള്ള കേസുകൾ, ഞങ്ങൾ ഗ്രേവ് ക്രൈംസ് എന്നാണ് പറയുന്നത്, ആ ഒരു സീരിയസ്നെസ് ആ കേസുകളിൽ ഉള്ള കേസുകളെല്ലാം, ഇപ്പോൾ ഒരു നേരത്തെ 2 കോടിയൊക്കെ ആയിരുന്നു ചീറ്റിംഗ് കേസ്, ഇപ്പോൾ മാറിയിട്ടുണ്ടാവും. അതിന് മുകളിലുള്ള കേസുകൾ, അതുപോലെ തന്നെ കൊലപാതക കേസുകൾ, റേപ്പ് കേസുകൾ, കൊലപാതക ശ്രമ കേസുകൾ, അതുപോലെ തന്നെ മീഡിയം ക്വാണ്ടിറ്റി, കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയൊക്കെ ഡ്രഗ്സ് പിടിക്കുന്ന കേസുകൾ, വലിയ മോഷണ കേസുകൾ, വലിയ ഡക്കോയിറ്റി കേസുകൾ, ഇതെല്ലാം അന്വേഷിക്കുന്ന CI. അതിന് താഴെയുള്ള കേസ് DSPക്കൊക്കെ എന്ന് പറഞ്ഞാൽ SC/ST പോലെയുള്ള മെഡിക്കൽ നെഗ്ലിജൻസ് പോലെയുള്ള കുറച്ച് കേസുകളുണ്ട്. അപ്പോൾ പോലീസിലെ പ്രധാനപ്പെട്ട കേസുകൾ അന്വേഷിക്കുന്ന ഒരു പിന്നെ കാറ്റഗറിപ്പെട്ട ഒരാളാണ് CI എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ മിസ്സിങ് കേസിൻ്റെ അന്വേഷണം, നമ്മൾ സ്വാഭാവികമായിട്ടും മിസ്സിങ് പോയി കഴിഞ്ഞാൽ എന്താണ്, ചെറിയ കുട്ടിയാണ്, അന്ന് എനിക്ക് തോന്നുന്നതിന് ഒരു 16 വയസ്സ്, +1 മറ്റേ പഠിക്കുന്നൊരു കുട്ടിയാണ്. അപ്പോൾ ഈ കുട്ടി മിസ്സാവുന്നു. ഇതിൻ്റെ അമ്മയും അതിൻ്റെ അമ്മാവനും അതുപോലെ തന്നെ ഇതിൻ്റെ ബ്രദറും കൂടി വന്നിട്ട് പരാതി പറയും. അപ്പം അമ്മാവനൊരു ചെറിയ സർക്കാർ ജോലിയൊക്കെ ഉള്ള ഒരു, എനിക്ക് തോന്നുന്നത് അയാൾ KSRTCയിലോ KCBയിലോ അങ്ങനെ എവിടെയാണെന്ന് തോന്നുന്നത്, എനിക്ക് കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നത്. അങ്ങനെ ജോലി ചെയ്യുന്ന ഒരാളാണ്. അയാളുടെ സംരക്ഷണയിലാണ്, ഇവരുടെ അച്ഛൻ മരണപ്പെട്ടു പോയതാണോ ഉപേക്ഷിച്ച് പോയതാണോ അങ്ങനെ എന്തോ ആണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അയാളുടെ സംരക്ഷണയിൽ കൂടി കഴിയുന്ന ആൾക്കാരാണ് ഇവർ. അപ്പോൾ അന്ന് പരാതി തന്നു, കേസെടുത്തു, എന്നെ അറിയിച്ചു.
അപ്പോൾ എനിക്ക് എൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ എന്ത് കേസുണ്ടായാലും ഇമ്മീഡിയറ്റ്ലി എന്നെ ആ ജുഡിഷ്യറി ഇന്ന ആൾ വിളിക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല. CA വിളിക്കണമെന്നോ SI വിളിക്കണമെന്നോ പിന്നെ ASI വിളിക്കണമെന്നോ അങ്ങനെയൊന്നുമില്ല. പാറാവിലുള്ളവനാണെങ്കിലും സാർ എന്നെ പോലെ ഒരു കേസ് ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ജുഡിഷ്യറി വിളിച്ച് പറയണം. അപ്പോൾ ഇങ്ങനൊരു കേസ് വന്നു, കേസ് മിസ്സിങ് പിന്നെ ഇത് മൈനർ കുട്ടിയാണ്. സ്വാഭാവികമായിട്ടും അങ്ങനെ മൈനർ കുട്ടി പോയി കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും സെക്ഷലി എന്തെങ്കിലും ഒഫൻസ് ഉണ്ടായിട്ട് അറിയാമല്ലോ, പോക്സോ ആയിട്ട് മാറും. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം മിസ്സിങ് കേസുകളുടെ അന്വേഷണം CIക്കാണ്. മൈനറിൻ്റെ കേസ് ഞാൻ ആ കേസിൻ്റെ അന്വേഷണം ഏറ്റെടുത്തു. അതിൻ്റെ CDR എടുത്തു. CDRക്ക് എടുത്ത് ഞാൻ അങ്ങനെ പരിശോധിച്ചു. അത് ഒരു ദിവസം ഒരു വൈകുന്നേര സമയത്താണ് ഈ മിസ്സിങ് കേസ് വരുന്നത്. ഞാൻ ഈ കേസിൻ്റെ അന്വേഷണം ഏറ്റെടുത്തു. CDRുമായിട്ട് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ എനിക്ക് കിട്ടി. ലൊക്കേഷൻ എറണാകുളത്താണ്, എറണാകുളം ടൗണിലാണ്. അപ്പോൾ എറണാകുളത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ എറണാകുളത്താണ് കൂടുതലും വർക്ക് ചെയ്തിരിക്കുന്നത്. എൻ്റെ SI പീരീഡ് ഞാൻ ശരിക്കും ഒരു 2005 മുതൽ 2011 വരെയുള്ള കാലഘട്ടം, പ്രൊമോഷൻ ആവുന്ന വരെയുള്ള കാലഘട്ടം നന്നായിട്ട് അവിടുത്തെ എറണാകുളം സിറ്റിയിൽ, എറണാകുളം സെൻട്രൽ, മട്ടാഞ്ചേരി, പള്ളൂരുത്തി, പാലാരിവട്ടം, പനങ്ങാട്, ഇവിടെ എല്ലാം ഇഷ്ടംപോലെ ഗുണ്ടകളുള്ള ഏരിയയാണ്. ഈ 6 വർഷം സാർ SI ആയിരുന്നു. ഈ 6 വർഷം ഞാൻ SI ആയിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് അവിടെ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയ അത്യാവശ്യം എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു സ്ഥലമാണ് എറണാകുളം സിറ്റി. അപ്പോൾ എനിക്ക് ഒരുപാട് കണക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പോലീസുകാരെ വിളിച്ചു. ഞാൻ ഈ ലൊക്കേഷൻ കൊടുത്തു. അവർ ഈ ലൊക്കേഷൻ ഏകദേശം അവർ ലൊക്കേറ്റ് ചെയ്തു. ഞാൻ ഈ പറഞ്ഞ സ്ഥലത്തുനിന്ന് ഞാൻ നേരെ സിറ്റിയിലേക്ക് വന്നു. ഇതൊരു ഹോട്ടലിലാണ് ഇതിൻ്റെ ലൊക്കേഷൻ കിട്ടിയത്. ഹോട്ടലിൽ നമ്മൾ കയറി. നമ്മൾ ഈ ലൊക്കേഷൻ എങ്ങനെയാണ് കിട്ടുന്നത്? ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളതിൻ്റെ SP മുഖേന അല്ലെങ്കിൽ കമ്മീഷൻ മുഖേന നമ്മൾ സർവീസ് പ്രൊവൈഡർക്ക് നമ്മൾ റിക്വസ്റ്റ് കൊടുക്കും. അപ്പോൾ അവരിപ്പോൾ ഇതിൻ്റെ ജിയോ ആണെങ്കിൽ ജിയോ, കാണാതായ കുട്ടിയുടെ കയ്യിൽ മൊബൈലുണ്ട്. അത് പിന്നെ കുട്ടി അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും ഇതുമായിട്ട് കൂടുതൽ കണക്ഷൻസ് ഉള്ളത്. അപ്പോൾ നമ്മളത് അതിൻ്റെ കൂട്ടുകാരികൾ ഇല്ലെങ്കിൽ ഏതെങ്കിലും ആൾക്കാരുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ, ഇല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും വിഷയങ്ങൾ, ശത്രുതയും മറ്റുള്ള കാര്യങ്ങൾ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവരായിട്ട് കൂടുതൽ കണക്ഷനുള്ള ആൾക്കാരുടെ, ഇപ്പോൾ ഈ കുട്ടിക്ക് മൊബൈലുണ്ട്, അവളുടെ മൊബൈലിൽ എടുത്തു കഴിഞ്ഞാൽ റീസെൻ്റ്ലി അവളെ വിളിച്ചിരിക്കുന്ന കോളുകൾ നമ്മൾ എടുക്കും. അങ്ങനെ കോളുകൾ എടുത്തതിൽ അവളെ വിളിച്ചിരിക്കുന്ന ഒരുത്തൻ എൻ്റെ ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞപ്പോൾ അതൊരു 10-20 വയസ്സുള്ള പയ്യനാണ്. അപ്പോൾ അവൻ്റെ പിന്നെ ഡീറ്റെയിൽസ് എടുത്തിട്ട് നമ്മൾ ആ ലൊക്കേഷൻ എടുത്ത് നമ്മളങ്ങനെ പോവുക. നമ്മൾ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ അത് ശരിയായിക്കൊള്ളണമെന്നില്ല. മിക്കവാറും ഇപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ കുട്ടികൾ അവരെന്ത് ചെയ്യും, മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്യും. അന്ന് ഇത് 2016 അന്ന് ഓഫ് ചെയ്തിട്ടില്ലെന്ന് ആണ് എൻ്റെ ഒരു ഓർമ്മ. അങ്ങനെ ഏതായാലും നമ്മൾ ആ ലൊക്കേഷൻ എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്. ലൊക്കേഷൻ പല ടൈപ്പ് ഉണ്ട്. ചിലത് ടവറേ കിട്ടുള്ളൂ. പിന്നെ ആ ടവറിൻ്റെ ചുറ്റുമുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ നോക്കേണ്ടി വരും. എക്സാക്ട് ലൊക്കേഷൻ കിട്ടില്ല. ഇപ്പോൾ എക്സാക്ട് ലൊക്കേഷൻ കിട്ടുന്നത് ഒക്കെ ഉണ്ട്. നമ്മുടെ ഡിവൈസിൻ്റെ തന്നെ ലൊക്കേഷൻ കിട്ടുന്ന ഒരു സംവിധാനമൊക്കെ ഇപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ഏതായാലും നമുക്ക് ആ ലൊക്കേഷൻ കിട്ടി. നമ്മൾ സെൻട്രൽ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ എറണാകുളം സിറ്റിയിൽ എപ്പോഴും അവരുടെ ഈ ബൈക്ക് പട്രോളിംഗ് ടീം എപ്പോഴും ഉണ്ടാവും. അവരുടെ ഫ്ലൈയിങ് സ്ക്വാഡ് ഉണ്ടാവും. അവരുടെ സ്റ്റേഷൻ മൊബൈൽ എന്ന് പറയുന്നത് സ്റ്റേഷനിലെ വണ്ടിയാണ്. അത് മിക്കവാറും 1-2 വണ്ടി എപ്പോഴും ഈ പറഞ്ഞ വളരെ ചെറിയ സ്ഥലമല്ലേ ഉള്ളൂ. അതായത് നമ്മുടെ എന്താ പറയുക, മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രി മുതൽ നമ്മുടെ ഫാർമസി കച്ചേരിപ്പടി വരെയുള്ള ഭാഗമാണ് അങ്ങോട്ടുള്ളത്. ചെറിയ ഏരിയയാണ്. ഹൈക്കോടതിയുടെ ഭാഗം. ഹൈക്കോടതി അവിടെ നിന്ന് കുറച്ചുകൂടി അങ്ങോട്ട് വടക്കോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ ഫ്ലാറ്റൊക്കെ ഇല്ലേ, നമ്മുടെ ഗോശ്രീ പാലത്തിൻ്റെ ഏരിയ അവിടം വരെ ഉള്ളൂ. പക്ഷേ നല്ല സംവിധാനമാണ്. ഞാൻ എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. നല്ല സ്ട്രെങ്തും ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ. അപ്പോൾ ഇവരോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിള്ളേർ ഒക്കെ നമ്മുടെ കൂടെ പണിയെടുത്തവന്മാരൊക്കെയാണ് പലരും ഉള്ളത്. അവർ പോയി അവർ നോക്കി ഏകദേശം ലൊക്കേഷനൊക്കെ കിട്ടി. ഞങ്ങൾ ചെന്നു. ഏതായാലും ഈ കുട്ടീനെയും അതുപോലെ തന്നെ ഈ ഇവൻ്റെ കൂടെ ഉണ്ടായിരുന്ന പയ്യനെയും നമ്മൾ കസ്റ്റഡിയിലെടുത്തു. അപ്പോൾ കസ്റ്റഡി എടുക്കുമ്പോഴെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു കേസിൽ പോക്സോയിൽ പല വകുപ്പുകളുണ്ട്. നമ്മൾ പലപ്പോഴും പോക്സോ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നല്ല ശക്തമായൊരു നിയമം തന്നെയാണ്. ഇപ്പോൾ നമ്മൾ NDPS ആക്ട് പോലെ ഇൻഫർമേഷൻ പിന്നെ ആക്ട് ഉണ്ടല്ലോ, അതുപോലെ തന്നെ ഒരു ശക്തമായൊരു ആക്ട് തന്നെയാണ് പോക്സോ. മിസ്യൂസ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കഥ ഞാൻ പുറകെ പറയാം. ഏതായാലും ആ കേസിൽ ചില പ്രത്യേകതകളെന്ന് പറഞ്ഞാൽ അതിൽ ചില വകുപ്പുകളുണ്ട്. ഒരു പെൺകുട്ടിയുടെ പുറകെ സെക്ഷൽ ഇൻറ്റൻഷനോട് കൂടി പുറകെ നടന്നാൽ പോലും പിടിച്ചകത്തിടാനുള്ള വകുപ്പുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ പോക്സോ കേസിൽ നമ്മൾ ചില കാമുകന്മാരെയൊക്കെ നമ്മൾ വിളിച്ച് വിരട്ടി വിടും. കാര്യം എന്ന് പറഞ്ഞാൽ 10-14 വയസ്സുള്ള പെൺകുട്ടികൾ പ്രേമമായിട്ട് ഇവൻ വീട്ടുകാരറിയുമ്പോൾ വീട്ടുകാരുടെ തന്നെ എടുക്കൽ അവളെ ഭീഷണിപ്പെടുത്തും. ഞാൻ ഇറങ്ങിപ്പോവും, അങ്ങനെ ചെയ്തുകളോ ഇങ്ങനെ ചെയ്തുകളോ എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തും.
ഇങ്ങനെ ഭീഷണിപ്പെടുന്ന സമയത്ത് ചില സന്ദർഭങ്ങളിലൊക്കെ ഈ കാമുകനെ വിളിച്ചും നിന്നെ പോക്സോ കേസിൽ അത് നോർമലി അവൾ പുറകെ നടന്നു, അവൾ മൊബൈൽ ഫോണിൽ വിളിച്ചു, എന്തെങ്കിലും ഒരു ഉമ്മ തരാൻ പറഞ്ഞാൽ മതി, കഴിഞ്ഞു. ഒരു സെക്ഷൽ ഇൻറ്റൻറ്റോട് കൂടി അവളോട് എന്തെങ്കിലും സമീപിച്ചാൽ മതി. സ്വാഭാവികമായിട്ടൊരു കാമുകനാകുമ്പോൾ എന്തായാലും ഉണ്ടാവും ഇത്തരം കാര്യങ്ങൾ. വേറെ ഒന്നും വേണ്ട, ആ പുറകെ നടന്നാൽ മാത്രം പിടിച്ചകത്തിടാൻ പറ്റുന്ന വകുപ്പുകൾ ഉണ്ടതിൽ. അത്ര ശക്തമാണ് കാര്യം എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഈ പാരൻസ് ഒന്നും ഇങ്ങനെയുള്ള ചെറിയ കുട്ടികളൊക്കെ ഇങ്ങനെ കാണിക്കുന്നത് കണ്ടിട്ട് അവർ ഒരിക്കലും വിട്ടുപോകേണ്ട കാര്യമില്ല. നേരെ ഇറങ്ങിപ്പോകുന്ന ഭീഷണി അങ്ങനെ ഇറങ്ങിപ്പോകുന്ന പറയുന്ന ഭീഷണിക്ക് പിന്നെ എന്താ പറയുക, വഴങ്ങിക്കൊടുക്കേണ്ട കാര്യമില്ല. അവരുടെ മുമ്പിൽ കൂടി തന്നെ ബൈക്കിൽ കയറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുമ്പോൾ വളരെ നിസ്സഹായരായിട്ട് നിൽക്കേണ്ട കാര്യമില്ല. അത് നേരെ ചെന്നുവെച്ചാൽ പോലീസ് സ്റ്റേഷൻ ചെന്നുവെച്ചു കൃത്യമായിട്ട് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ഞാൻ പലരെയും അങ്ങനെ പല കാമുകന്മാരെ ഈ 10, 12, 13 വയസ്സുള്ള പെൺപിള്ളേരെ പുറകെ നടന്ന് ഉപദ്രവിക്കാൻ പറയുമ്പോൾ ആളുകൾ പറയും ഇതൊരു സദാചാരമാണ്. ഇല്ല, അതെങ്ങനെ സദാചാരമാവുന്നത്? ആ 14 വയസ്സുള്ള എന്തുകൊണ്ടാണ് 18 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിയെ അവളുടെ ഇഷ്ടത്തോടു കൂടി ഒരാളുടെ കൂടെ പോയിട്ട് അവർ സെക്ഷൽ ഇൻ്റർകോഴ്സ് ഉണ്ടായാൽ പോലും അത് റേപ്പാവുന്നത് എന്തുകൊണ്ടാണ്? അവൾക്ക് കൺസെൻറ്റ് കൊടുക്കാനുള്ള അവകാശമില്ല. 18 വയസ്സായിട്ടില്ല. അവൾക്ക് കൺസെൻറ്റ് കൊടുക്കാനുള്ള അവകാശമില്ല. അവളുടെ അച്ഛൻ്റെ ഇല്ലെങ്കിൽ അമ്മയുടെ ലീഗൽ ഗാർഡിയൻഷിപ്പിലാണ്. ആ ഗാർഡിയൻഷിപ്പിൽ നിന്ന് ഒരു കുട്ടീനെ ഇറക്കിക്കൊണ്ട് പോകുന്ന കിഡ്നാപ്പിംഗ് ആവും. അത് കഴിഞ്ഞിട്ട് കൺസെൻറ്റ് കൊടുക്കാൻ പിന്നെ അവകാശമില്ലാത്ത ഇവളുമായിട്ട് അവളുടെ സമ്മതത്തോടു കൂടി തന്നെ സെക്ഷൽ ഇൻ്റർകോഴ്സ് ഉണ്ടായാൽ തന്നെ എന്താവും? അവൾക്ക് കൺസെൻറ്റ് കൊടുക്കാൻ അധികാരം ഇല്ലാത്തതുകൊണ്ട് തന്നെ, മൈനർ ആയതുകൊണ്ട് തന്നെ പോക്സോ കേസാവും, റേപ്പാവും, സംശയമൊന്നുമില്ല. അപ്പം നോർമലി ഞാനിത് പറഞ്ഞു വന്നെന്ന് വെച്ചാൽ അങ്ങനെ ഉണ്ടെന്ന് ഞാൻ പറയുകയാണ്. ഞാൻ എൻ്റെ അനുഭവത്തിൽ തന്നെ പല ഇതുപോലുള്ള കഞ്ചാവ് ഓടിച്ച് വട്ടം പിടിച്ച് നടക്കുന്ന ചില എണ്ണന്മാരെയൊക്കെ ഈ പിന്നെ ചെറിയ കുട്ടികളെ പുറകെ നടന്നിട്ട് ഞാൻ സദാചാരമാണെന്ന് പറഞ്ഞ ഓക്കെ, അങ്ങനെ ആയിക്കോട്ടെ, പക്ഷേ ഞാൻ ചെയ്തിട്ടുണ്ട്. കാര്യം ഞാൻ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ഇനി നിൽക്കേണ്ട ബാധ്യത എനിക്കുണ്ട്, സംവിധാനത്തിനുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കിയിട്ട് വളരെ മാന്യമായിട്ട് വിളിച്ചിട്ട് മോളെ ഇങ്ങനെയാണ്, ജയിലിൽ പോകും. ചെറുക്കൻ്റെ പാരൻസിനെ വിളിച്ചും പറയും വെറുതെ ആവശ്യമില്ലാതെ പോക്സോ കേസിൽ പ്രതിയാവേണ്ട കാര്യമില്ല, 10, 18 ആയിക്കഴിഞ്ഞ് നിങ്ങളുടെ സൗകര്യം പോലെ ആയിക്കോ. ഇപ്പോഴാണ് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അവർ വിഡ്രോ ചെയ്ത് പോയിട്ടുമുണ്ട്. ഞാൻ പറഞ്ഞു വന്ന അതല്ല. അപ്പോൾ ഈ കേസിൻ്റെ ഒരു പ്രത്യേകത പറയാൻ വേണ്ടിയാണ് പറഞ്ഞത്. അപ്പോൾ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയപ്പോഴേ അവൻ ആരായി കേസിലെ പ്രതിയായി. സ്വാഭാവികമായിട്ടും ഒരുമിച്ചൊരു മുറിയിലുണ്ടായിരുന്നു. ആ മുറിയിൽ വെച്ചിട്ട് സെക്ഷൽ ഇൻറ്റൻറ്റോട് കൂടി അവൻ അവളെ തൊടുകയോ അവളെ ചുംബിക്കുകയോ അവളുടെ ഏതെങ്കിലും ശരീരഭാഗങ്ങളിൽ അവൻ ടച്ച് ചെയ്യുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? 7 and 8 മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം 5 വർഷം അകത്ത് കിടക്കാനുള്ള വകുപ്പുണ്ട്. ഞാൻ ആളുകൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടും കൂടി പറയുകയാണ്. അപ്പോൾ അങ്ങനെ ആവാം. സെക്ഷൽ ഇൻ്റർകോഴ്സ് ഉണ്ടെങ്കിൽ റേപ്പാവും. പിന്നെ 3, 4, 5 ഒക്കെ വകുപ്പുകളുണ്ട്. അത്യാവശ്യം 10, 20, 25 വർഷം ഈ പെൺകുട്ടിയുടെ പ്രായം അനുസരിച്ച്, പ്രായം കുറയുന്നതനുസരിച്ച് ശിക്ഷ കൂടിക്കൊണ്ടിരിക്കും, ശിക്ഷ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ട്. അപ്പം നമ്മുടെ ഈ കേസിലും എന്താണ് അവിടെ നടന്നിട്ടുള്ളത്, ഇവർ തമ്മിൽ അങ്ങനെ എന്തെങ്കിലും കോൺടാക്ട് ഉണ്ടായിട്ടുണ്ടെന്ന് അറിയില്ല. നമ്മൾ കൊണ്ടുവന്ന് മെഡിക്കൽ എക്സാമിനേഷൻ നടത്തിയാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഏതായാലും 2 പേരെയും നമ്മൾ കൊണ്ടുവരും. അപ്പം ഞാൻ അവിടെ ചെയ്തൊരു പരിപാടി എന്ന് പറഞ്ഞാൽ, ഞാൻ മിക്കവാറും കേസുകൾക്ക് ചെയ്യാറുണ്ട്. ഈ കേസിന് പ്രത്യേകിച്ച് മിസ്സിങ് കേസുകൾക്ക് ഞാൻ പ്രത്യേകിച്ച് ചെയ്യുന്നൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ ഒരു മിസ്സിങ് കേസിൽ ഒരു മിസ്സിങ് കേസ് റിപ്പോർട്ട് ചെയ്ത് നമ്മൾ ദിവസങ്ങളോളം ചിലപ്പോൾ നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെയൊക്കെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ രാത്രി എന്നില്ല പകലൊന്നില്ലാതെ ഞാൻ അതിൻ്റെ പുറകെ കൂടും. അപ്പോൾ അങ്ങനെ കൂടി അന്വേഷിക്കുന്നതിനിടക്ക് ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് ഇവർ ഹൈക്കോടതി കൊണ്ടുപോയിട്ട് പരാതി കൊടുക്കുമ്പോൾ പറയുന്നത്, ഇല്ലെങ്കിൽ മേലുദ്യോഗസ്ഥനായ ACPക്കോ ഇല്ലെങ്കിൽ കമ്മീഷണർക്കോ ഒരു നടപടി എടുത്തിട്ടില്ല എന്ന് പറയും. അപ്പം ഞാനതിന് മനഃപൂർവ്വം തന്നെ ചെയ്യുന്നൊരു പരിപാടിയാണ്. ആരാണോ പരാതിയായിട്ട് വരുന്നത് അതിൽ കൊള്ളാവുന്ന ഒരാളോട് പറയും നമുക്ക് ഇങ്ങനെ അന്വേഷിച്ച് പോവുകയാണ്, ആ പോലീസ് വണ്ടിയിരുന്ന് വന്നാൽ നന്നായിരുന്നു, നമുക്കറിയാമല്ലോ. അപ്പോൾ മിക്കവാറും മിസ്സിങ് കേസായതുകൊണ്ട് അവർക്ക് അതിലുള്ളൊരു താല്പര്യമുള്ളതുകൊണ്ട് അവരെന്ത് ചെയ്യും, അവരും കൂടി കയറി വരും. അങ്ങനെ ഈ കേസിൽ ഈ പെൺകുട്ടിയുടെ അമ്മാവൻ കയറി, എൻ്റെ ഒരു വിചാരം ഈ പെൺകുട്ടിയുടെ ആങ്ങളെയും കയറിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ കയറി ഞങ്ങൾ നേരെ എറണാകുളത്ത് വന്നു, ഇവരെ കസ്റ്റഡി എടുത്തു, തിരിച്ചു കൊണ്ടുപോയി. അപ്പോൾ ഈ പെൺകുട്ടി ആ സമയം മുതൽ ഇവൾ വയലൻ്റ് ആവുന്നുണ്ട്, ഇവരെ വഴക്ക് പറയുന്നുണ്ട്, നിങ്ങൾ കാണിച്ചു കൊടുത്തു അല്ലേ എന്നൊക്കെ ഇവൾ പറയുന്നു. സാർ, ഇങ്ങനെ ഈ പോക്സോ കേസിൽ ഇങ്ങനെ ഒരു ഹോട്ടൽ റൈഡ് ചെയ്തൊരു പെൺകുട്ടിയെ പിടിക്കുമ്പോൾ അല്ലെങ്കിൽ കണ്ടെത്തുമ്പോൾ ഇവിടെ ഈ വനിതാ പോലീസ് മാത്രം മതിയോ? വനിതാ പോലീസ് ഉണ്ടാകണ്ടേ? വനിതാ പോലീസ് ഉണ്ടാവണം. വനിതാ പോലീസ് തീർച്ചയായിട്ടും. നല്ല പ്രായപൂർത്തിയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ ആ ഒരു പോലീസിനെ കണ്ടുള്ള ഒരു ട്രോമ ഒഴിവാക്കാൻ വേണ്ടി പ്രത്യേക സൈക്കാട്രിസ്റ്റ് അങ്ങനെയല്ല. ആ സമയത്ത് നമ്മൾ റീഡ് ചെയ്യുമ്പോഴൊന്നും ഉണ്ടാവില്ല. നോർമലി പോലീസുകാരുണ്ടാവും, അവർ മിക്കവാറും മഫ്റ്റിയിലൊക്കെ ആയിരിക്കും. ചിലപ്പോൾ ഒന്നിലധികം ആളുണ്ടാവും. ഒരാൾ മഫ്റ്റിയിലും മറ്റേ ആൾ യൂണിഫോമിലൊക്കെ ആയിരിക്കും. അങ്ങനെ നമ്മൾ കൊണ്ടുപോകും. എന്നാൽ ഈ കേസിൽ നമ്മളങ്ങനെ അവളെ കൊണ്ടുപോയി കാര്യങ്ങൾ ചോദിച്ചു. ഇവരുമായിട്ട് പ്രേമത്തിലായിരുന്നു,
അവനുമായിട്ട് ഇങ്ങനെ പോയതാണ്, അവൻ്റെ കൂടെ ഒളിച്ചോടി അവൾ പോയതാണ് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ് അവിടെ മുറിയെടുത്തു. ഈ കാര്യങ്ങളെല്ലാം അവർ സമ്മതിച്ചു കഴിഞ്ഞിട്ട് സെക്ഷൻ റിക്കോർഡ്സോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, മെഡിക്കൽ എക്സാമിനേഷൻ നടത്തണം. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഏതായാലും ഈ കുട്ടീനെ നമ്മൾ കൊണ്ടുപോയി മെഡിക്കൽ എക്സാമിനേഷൻ നടത്തി. അപ്പോൾ മെഡിക്കൽ എക്സാമിനേഷൻ നടത്തുന്ന സമയത്ത് സെക്ഷൻ റിക്കോർഡ്സ് ഉണ്ടായിട്ടുണ്ടോ എന്നറിയാൻ മാർഗ്ഗമില്ല. കാര്യം എന്താണ്, ഈ പെൺകുട്ടി അതിന് തലേ ദിവസമോ ഈ പെൺകുട്ടി മെൻസസ്സായ, അപ്പോൾ മെൻസസ്സായ ഒരാളെ പരിശോധിച്ച് അത് പിന്നീട് എനിക്ക് പല അനുഭവങ്ങളും പല കേസിലും ഉണ്ടായിട്ടുണ്ട്. അവർ പിന്നെ എന്താ പറയുക, മെഡിക്കൽ എക്സാമിനേഷൻ തരാൻ പറ്റില്ല, അവളുടെ ആ മെൻസുറേഷൻ കഴിഞ്ഞിട്ട് പറ്റുമെന്നുള്ള റിപ്പോർട്ട് ഡോക്ടർ തന്നു. അതുമായിട്ട് പിന്നെ പോയ പോലീസുകാർ, വനിതാ പോലീസുകാർ ഉൾപ്പെടെയുള്ളവർ തിരിച്ചു വന്നു. ഈ കാര്യം എന്നോട് റിപ്പോർട്ട് ചെയ്തു. ഈ സമയത്ത് കുട്ടിയെ ഒരു ഗേൾസ് ഹോമിലേക്ക് നമ്മൾ മാറ്റാനുള്ള പരിപാടികളെല്ലാം, അതെ, പിന്നെ നോർമലി ഏതെങ്കിലും ഗേൾസ് ഹോമിൽ ഇല്ലെങ്കിൽ അതില്ലെങ്കിൽ ഏതെങ്കിലും നമ്മളൊരു കോൺവെൻറ്റിൽ എവിടെയെങ്കിലും നമ്മൾ ഇത് ഇങ്ങനെ സോഷ്യൽ വർക്കേഴ്സായിട്ട് നടക്കുന്ന ആളുകളൊക്കെ ഉണ്ട്, അവരെ ഏൽപ്പിക്കും. നോർമലി നമ്മൾ ഏതെങ്കിലും അന്ന് സിറ്റിയിലാണെങ്കിൽ കൂടുതൽ നമ്മൾ ഈ വൈറ്റില ആ ഭാഗത്തൊരു ഗേൾസ് ഹോമുണ്ട്, അവിടെ നമ്മൾ ഏൽപ്പിക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഗേൾസ് ഹോം. അതിനിടയ്ക്ക് നമ്മൾ കുട്ടിയെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ കുട്ടി പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ അമ്മാവനും എൻ്റെ ആങ്ങളെയും എന്നെ പീഡിപ്പിച്ചിട്ടുണ്ട്. ഞെട്ടിപ്പോയി. കാര്യം അമ്മാവനെയും ആങ്ങളെയും കൊണ്ടാണ് നമ്മളിവിടെ പരിശോധിക്കാനായിട്ട് ഇവിടെ നമ്മൾ അവരുടെ പരാതിയിലാണ്, അവരുടെ അമ്മയുടെ പരാതിയിലാണ് നമ്മൾ ഇവരെ കണ്ടുപിടിക്കാനായിട്ട് പോയിരിക്കുന്നത്. ഇവർ രണ്ടുപേരും പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുക. പോക്സോ കേസിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, പോക്സോ കേസിൽ നല്ല റിമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും ഒരു 10 ജെന്യൂൻ കേസാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരു 10-90 ദിവസം കഴിയാതെ എന്തായാലും ജാമ്യം കിട്ടുകയില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സത്യത്തിൽ ഞാനും ഞെട്ടിപ്പോയി. ഞാൻ ആദ്യം ഇവരോട് പറഞ്ഞത്, പോലീസുകാരോട് പറഞ്ഞത്, ഏതായാലും മറ്റന്മാരെ രണ്ടുപേരെയും അവർ പുറത്തുണ്ട്, അവന്മാരെ തട്ടി അകത്തിടാനാണ് പറഞ്ഞത്. നേരെ അവന്മാരെ രണ്ടുപേരും അകത്തിട്ടതിന് ശേഷം ഈ പെൺകുട്ടീനെ വീണ്ടും നമ്മൾ ചോദിക്കുന്ന സമയത്ത് നമുക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാര്യം ഞെട്ടിപ്പോയി. അങ്ങനെ ചെയ്താൽ നമുക്ക് എന്താ പറയുക, രണ്ടിനും നടുക്കാൻ നമ്മൾ നിൽക്കുന്നത്. ഇവൾ പറയുന്നതാണോ ശരി, ഇവർ പറയുന്നതാണോ ശരി എന്ന് നമുക്കറിയില്ല. നമ്മൾ അതിജീവിത പറയണം. ഈ അതിജീവിത പറയുന്നത് നമ്മൾ കേട്ടില്ല എങ്കിൽ ഇത് ഇരുതല മൂർച്ചയുള്ള വാളാണ്. ഈ സാധനം നമുക്കിട്ട് പണി കിട്ടുന്നതാണ്. അതുകൊണ്ട് പല ആളുകളും റിസ്ക് എടുക്കാൻ തയ്യാറാവില്ല. അപ്പോൾ ഈ കേസിൽ സ്വാഭാവികമായിട്ടും എനിക്ക് അവൾ പറയുന്നു ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു, അവരോട് ചോദിക്കുന്നു. അപ്പോൾ അവരോട് ചോദിച്ചു. എൻ്റെ ഒരു ചോദ്യത്തിൻ്റെ രീതിയുണ്ട്. ചോദ്യത്തിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ, നോർമൽ കോഴ്സിൽ ഞാൻ ഒരു വല്ല ചിരിച്ച് കളിച്ചൊക്കെ ഇരിക്കുന്നില്ല എങ്കിൽ അല്പം റഫായിട്ടാണ് എന്നെ കാണുമ്പോൾ തന്നെ തോന്നുന്നത്. പിന്നെ ഞാൻ അത്യാവശ്യം നല്ല ഒച്ചയിൽ ഞാൻ സംസാരിക്കും, അവരെ ഭയപ്പെടുത്തും, പ്രതിയാണെന്ന് തോന്നുന്നവനെ, എന്തെങ്കിലും രീതിയിൽ ആ രീതിയിൽ കിട്ടാൻ പറ്റുന്നവനെ അങ്ങനെ. പിന്നെ സ്വാഭാവികമായിട്ടും നമുക്കൊരു ബോഡിലി നമ്മളങ്ങനെ അവരെ ഉപദ്രവിക്കുന്നത് വളരെ റയറസ്റ്റ് ആയിട്ടുള്ള കണ്ടീഷനിലേ അങ്ങനെ ചെയ്യാറുള്ളൂ. മാക്സിമം അല്ലാതെ പരമാവധി നമ്മൾ നോക്കും. അപ്പോൾ ഞാൻ ഈ പയ്യനെ ആദ്യം പയ്യനെ വിളിച്ചിട്ട് ഞാൻ അവനെ വരട്ടി. കുറേ ചീത്ത പറഞ്ഞു, നീ സ്വന്തം പെങ്ങളല്ലേടാ, അമ്മയുടെ ഗർഭപാത്രത്തിൽ അവളെ ചവിട്ടിയിട്ടിട്ട് ഇറങ്ങിപ്പോന്നവനല്ലേടാ നീ, നിനക്കിതെങ്ങനെ തോന്നിയടാ, നീ മനുഷ്യനാണോടാ, വൃത്തികെട്ടവനെ എന്നൊക്കെ പറഞ്ഞ് എല്ലാം ഞാൻ ഓർക്കുന്നില്ല. ഇതിൽ പെൺകുട്ടിക്കൊപ്പം ഉണ്ടായിരുന്ന 20 വയസ്സുകാരൻ അവൻ കസ്റ്റഡിയിലുണ്ട്. അവനെ പിന്നെ സ്വാഭാവികമായിട്ട് എന്തായാലും കിഡ്നാപ്പിംഗ് കൊണ്ട് ഒന്നുമില്ലെങ്കിലും, പിന്നെ ഞാൻ അതാണ് നേരത്തെ സൂചിപ്പിച്ചത്, ഏതായാലും അവിടെ ഹോട്ടൽ റൂമിൽ എന്തായാലും അവർ ചെന്നിട്ടുണ്ടല്ലോ, ഹോട്ടൽ റൂമിൽ അവർ ചെന്നിട്ടുണ്ട്, മുറിയെടുത്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് ഒന്ന് കറങ്ങിയിട്ടൊക്കെ അടുത്ത എങ്ങോട്ടെങ്കിലും പോകാനുള്ള പരിപാടിയൊക്കെ ആയിരിക്കാം. ഏതായാലും ശരി, മുറിയെടുത്തിട്ടുണ്ട്. നമ്മൾ പിന്നെ എന്താ ചില സിനിമയിൽ ചോദിക്കുന്ന പോലെ ഇത് പിന്നെ അവിടെ പോയിട്ട് LP സ്കൂളിൽ തറ പറ പന എന്ന് പറഞ്ഞ് പഠിച്ചൊന്നും അതിനൊന്നും ആയിരിക്കില്ലല്ലോ, അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനായിരിക്കില്ലല്ലോ ഏതായാലും ഹോട്ടലിൽ മുറിയെടുത്തിരിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിനനുസരിച്ചുള്ള ഒഫൻസ് കയറി വരും. സെക്ഷൻ റെക്കോർഡ്സ് ഉണ്ടെങ്കിൽ ഗുരുതരമായ വകുപ്പ് വരും. അത്യാവശ്യം അവർ തമ്മിലുള്ള മറ്റുള്ള തട്ടുമുട്ടും കാര്യങ്ങൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ പറയാം ആണെങ്കിൽ അതിനുള്ള വകുപ്പ് വരും. അപ്പോൾ ഏതായാലും ഒന്നുമില്ലെങ്കിൽ കിഡ്നാപ്പിങ്ങിനും അവളെ ഫോളോ ചെയ്തതിനുള്ള വകുപ്പുകൾ എന്തായാലും കസ്റ്റഡിയിലുണ്ട്. എന്തായാലും ഇപ്പോൾ നമ്മൾ ആൾ കസ്റ്റഡിയിലുണ്ട്. അപ്പോൾ അയാൾ ഓൾറെഡി ഉണ്ട്. അത് ഞാനങ്ങനെ മനസ്സിലാവുന്ന ഓർത്തിട്ടാണ് ഞാൻ അത് ഓൾറെഡി എടുത്താണല്ലോ, അവനുണ്ട്. അയാൾ നമ്മൾ പിറ്റേ ദിവസം റിമാൻഡ് ചെയ്ത് വിടുകയും ചെയ്തു കേട്ടോ. അയാളെ പിറ്റേ ദിവസം നമ്മൾ റിമാൻഡ് ചെയ്ത് വിടുകയും ചെയ്തു. ഏതായാലും ഈ കാര്യത്തിൽ ഞാൻ ഇവൾ പറഞ്ഞതനുസരിച്ച് ഞാൻ ബ്രദറിനോട് ചോദിക്കുന്നു,
കുറേ വിരട്ടി. ഞാൻ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ആ വിരട്ടാൻ ഉദ്ദേശിച്ച വാക്കുകളെക്കാളും വളരെ തീക്ഷ്ണമായ വാക്കുകൾ അവൻ്റെ ഹൃദയത്തെ കീറി മുറിക്കുന്ന രീതിയിൽ ഞാൻ മാനസികമായിട്ട് ഞാൻ അവനെ തകർത്തിട്ടുണ്ട്. ഇടിച്ചിട്ടില്ല. ഞാൻ അവനോട് പറഞ്ഞ് ഞാൻ അവസാനം നീ പറയില്ല അല്ലടാന്ന് പറഞ്ഞ് എൻ്റെ ചില രീതികളുണ്ട്. കണ്ടു കഴിഞ്ഞാൽ അവനെ തകർത്ത് കളയുന്നു. ഞാൻ ഇവനെ പിടിച്ചു, വലിച്ചതിൻ്റെ എടുത്ത് ഇട്ടിക്കാനായിട്ട് കയ്യും പൊക്കിക്കൊണ്ട് ചെന്നു. അപ്പോൾ സ്ഥലത്തല്ലേ ഞാൻ ചെയ്താണെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ സമ്മതിച്ചു. അപ്പോൾ എനിക്ക് സന്തോഷമായി. കാര്യം എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മളൊരു മാനസികമായിട്ടൊരു വ്യതയിലാണ്. സ്വന്തം ആങ്ങളെ ഇങ്ങനെ ചെയ്യുമോ എന്ന് നമ്മുടെ മനസ്സാക്ഷി നമ്മളോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും ഇവൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സമ്മതിപ്പിക്കണം. പല മാർഗ്ഗങ്ങൾ ഉപയോഗിച്ച് അതിലൊരു മാർഗ്ഗമായിരുന്നു വരട്ടില്ല. അപ്പോൾ അതിൽ തന്നെ അവൻ വീണു പോയ. അല്ല സാർ, ഇങ്ങനെ പോലീസിൻ്റെ മർദ്ദനം എന്ന് പറയുന്നത് പേര് കേട്ടാണ്. അപ്പോൾ ഈ മർദ്ദിക്കാൻ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ അവനെ ഉപദ്രവിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ചെല്ലുമ്പോൾ ചെയ്യാത്തൊരു കുറ്റം വരെ സമ്മതിച്ച് പോകുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാവും. സംശയമൊന്നുമില്ല, ഉണ്ടാവും. ഞാൻ പറഞ്ഞു തരട്ടെ. അപ്പോൾ നോർമലി അങ്ങനെ ഉണ്ടാവാം. ഏതായാലും ശരി, ഇവൻ സമ്മതിച്ചു. അവൻ പേടിച്ചിട്ടാണെങ്കിലും ചെയ്തിട്ടാണെങ്കിലും ഇവൻ സമ്മതിച്ചു. അപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും സന്തോഷമായി. കാര്യം ഒരുത്തം സമ്മതിച്ചില്ല, ഇനി ആങ്ങളല്ലേ. അവനാണെങ്കിൽ അത്യാവശ്യം രണ്ടെണ്ണം കഴിക്കണവരൊക്കെയാണ്. അപ്പോൾ അവൻ കൂടെ പറഞ്ഞവനായിരിക്കും. സ്വന്തം അമ്മാവനാണേ. നമ്മൾ ചിന്തിക്കുന്ന പോലും പാപമാണെന്ന് കരുതുന്ന ഒരു സംസ്കാരത്തിൽപ്പെട്ട ആളുകളാണ് നമ്മൾ. പക്ഷെ ഇത്തരം കാര്യങ്ങളൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരെ അമ്മാവനെ വിളിച്ച്. അപ്പോൾ അമ്മാവനെ വിളിച്ച് ഇവൻ നല്ല ഭക്തനൊക്കെയാണ് കേട്ടോ, തൂറിയൊക്കെ തൊട്ടിട്ടുണ്ട്, നല്ല ഇതാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ പതുക്കെ കാര്യങ്ങളൊക്കെ ചോദിച്ച് പിടിച്ച് ഇങ്ങനെ വന്ന് മറ്റവനെ വിരട്ടി പോലെ ഇവനെ ഒന്ന് വിരട്ടി. അതേ രീതിയിൽ കുറേ ചിത്തോറ് സ്വന്തം പെങ്ങളല്ലേടാ, നിൻ്റെ പെങ്ങളെ കുട്ടിയില്ലേടാ അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ്റെ വീട്ടിലാണ്, ഇയാൾ ലേറ്റായിട്ട് കല്യാണം കഴിച്ച ഒരാളാണ്. ഈ മനുഷ്യൻ്റെ വീട്ടിലാണ് ഈ കുട്ടി ഒരു 2 വർഷം മുമ്പ് വരെ നിന്ന് വെച്ചത്. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഉണ്ട്. അപ്പോൾ ഇയാൾ കൊണ്ടുനടന്നാണ് ഈ കുട്ടീനെ. ഞാൻ പറയും, എന്തൊരു മര്യാദ കേടാ നീ കാണിച്ചത്, നീയൊക്കെ മനുഷ്യനാണാടാ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. കുറേ ചീത്ത പറഞ്ഞ് മറ്റവരെ വരട്ടിയ പോലെ ഇയാളെ വരട്ടി കഴിഞ്ഞപ്പോൾ ഇയാളൊരു കരച്ചില്ല, അമ്മേ ദേവി രക്ഷിക്കണേ, അമ്മേ ദേവി രക്ഷിക്കണേ. മനസ്സും വായും അറിയാത്ത കാര്യത്തിലാണ് എന്നെ ഈ ചെയ്യണം. അതിന് അയാൾക്ക് ഇടി പൊട്ടിയെന്നാണ് അയാൾക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ ഇടിക്കാനല്ല, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ അയാളെ പിടിച്ചിങ്ങനെ ശരിയാ കളോടാന്ന് പറഞ്ഞിങ്ങനെ. അപ്പോൾ മറ്റവരുടെ നമ്പർ ഇവനോടൊന്നുണ്ട്. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഞാനിത് കണ്ടപ്പോൾ സത്യത്തിൽ എനിക്കൊരു അറ്റാച്ച്മെൻറ്റുള്ള സ്ഥലമാണ്. ഇവന് ദേവി, അമ്മേ ദേവി എന്ന് വിളിക്കുന്നത് ഈ പറഞ്ഞ ഏരിയ എന്ന് പറയുന്നത് എറണാകുളം റൂറലാണ്, നമ്മുടെ കൊടുങ്ങല്ലൂരുമായിട്ടൊക്കെ അടുത്തുള്ള ഒരു ഏരിയയും കൂടിയാണിത്. അപ്പോൾ ഈ അമ്മേ ദേവി എന്ന് വിളിക്കുന്നത് എനിക്ക് തോന്നുന്നത് അമ്മേ ദേവി കൊടുങ്ങല്ലൂർ അമ്മ എന്നൊക്കെ വിളിച്ചെന്ന് എനിക്ക് തോന്നണം. അപ്പോൾ എനിക്ക് ഇവൻ കൊടുങ്ങല്ലൂർ അമ്മേനെയാണ് വിളിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഓരോരുത്തർക്കും നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളൊന്നുമല്ല. അവൻ കരളുരുകി അവൻ ആരാധിക്കുന്ന ഒരു മൂർത്തിനെ അവൻ വിളിക്കുവാണല്ലോ. ഈ വിളിക്കുന്ന സമയത്ത് ഞാനിപ്പുറത്ത് നിന്ന് അവനെ ഈ മുട്ടുകാലം അവൻ്റെ നെഞ്ചത്ത് പറ്റും കയറ്റലല്ലോ. ഞാൻ വിളിച്ചിങ്ങനെ നിർത്തി എന്ന് ചോദിച്ചു, നീ കൊടുങ്ങല്ലൂർ അമ്മേനാണല്ലോടാ വിളിച്ചത്. അപ്പോൾ ഈ കൊടുങ്ങല്ലൂർ അമ്മേനെന്ന് പറഞ്ഞാൽ ഞാൻ കൊടുങ്ങല്ലൂർ 2011 ഇരുന്ന് അത്യാവശ്യം പണിയെടുത്ത ഒരു സർക്കിളാണ്. അപ്പോൾ ഒരു കൊടുങ്ങല്ലൂർ ഭരണിയൊക്കെ ഞാൻ നല്ല ഭംഗിയായിട്ട് നടത്തി, യാതൊരുവിധ അലമ്പുമില്ലാതെ. അങ്ങനെ എനിക്കൊരു ഭാഗ്യമുള്ള ആളാണ് ഞാൻ. സി ആയിരുന്നു. ഈ വലിയ ഉത്സവങ്ങൾ, ഇപ്പോൾ വൈക്കത്തഷ്ടമി വലിയൊരു ഉത്സവമാണ്, ആലുവ ശിവരാത്രി വലിയൊരു ഉത്സവമാണ്, അതുപോലെ തന്നെ കൊടുങ്ങല്ലൂർ ഭരണി, ആർത്തുങ്കൽ പള്ളിയിലെ പെരുന്നാൾ, പിന്നെ നമ്മുടെ മലയാറ്റൂർ പള്ളി പെരുന്നാൾ, ഇതൊക്കെ വലിയ വലിയ ഉത്സവങ്ങളാണ്. കൊച്ചിൻ കാർണിവൽ ഈ ഇങ്ങനെയുള്ള വലിയ വലിയ ഉത്സവങ്ങളൊക്കെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ നടത്താനുള്ളൊരു ഭാഗ്യം കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ 2011-12 കാലത്ത് അവിടെ ഇരുന്നാണ്. എനിക്കപ്പോൾ ആ ഒരു ഓർമ്മയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വിളി എനിക്ക് കൊടുങ്ങല്ലൂരുകാരുടെ അവരുടെ ദേവീനെ വിളി ഞാൻ ആ കൊടുങ്ങല്ലൂർ ഭരണിക്കൊക്കെ പിന്നെ ഇവർ എന്താ പറയുക, ഈ കോമരങ്ങളെല്ലാം കൂടി ഉറഞ്ഞു തുള്ളി വരുന്ന വിളിക്കുന്ന അവർ മറ്റേ കൊടുവാളം കയ്യിൽ വെച്ച് ഇങ്ങനെ തുള്ളി വരും, അമ്മേ ദേവി, ഈ ഒരു വിളിയുണ്ടല്ലോ. അപ്പോൾ ഈ സെയിം സാധനം ഏതാണ്ട് അത്രയും ഒരു വൈബ്രേഷൻ ഇല്ലെങ്കിലും അതല്ലെങ്കിലും അവൻ കരളുരുകി അവൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ കൊടുങ്ങല്ലൂർ അമ്മേനാണല്ലോടാ വിളിച്ചത് തിണ്ടി, നീ തിണ്ടിത്തരം കാണിച്ചിട്ട് നീ നേരെ അമ്മേനാടാ വിളിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഞാൻ അവൻ്റെ കൂടെ കൂടി ചെയ്യാത്ത കാര്യമാണ് സാറേ എന്ന് പറഞ്ഞു. ചെയ്യാത്തൊക്കെ കാണിച്ചു തരാം, അല്ല മെഡിക്കൽ 2 ദിവസം കഴിയുമ്പോൾ കിട്ടും. അപ്പം മെഡിക്കൽ കഴിഞ്ഞല്ലോ, മെഡിക്കൽ നടത്താൻ പറ്റാതെ കൊണ്ടുവന്നല്ലോ, 2 ദിവസം കഴിഞ്ഞ് മെഡിക്കൽ കിട്ടും, ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ഞാൻ അവനെ അങ്ങനെ വിരട്ടി അങ്ങനെ നിർത്തി. ഇടിച്ചാലും സമ്മതിക്കില്ല.
ഇടിച്ചാൽ സംഭവിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ ആ പിടിച്ചതും ഇവരെ പിടിച്ച് നേരെ കുനിക്കുന്നതും കൈ പൊക്കിക്കൊണ്ട് ചെല്ലുന്നത് ഏതാണ്ട് ഇടിക്കൊണ്ട അവസ്ഥയാണ്. ഞാനൊരു 1000 പേരോടൊക്കെ അങ്ങനെ കാണിച്ചിട്ടുണ്ടാകും ചിലപ്പോൾ. പക്ഷേ ഞാൻ അങ്ങനെയൊന്നും ഞാൻ ചെയ്തില്ല. അപൂർവമായിട്ട് ചിലപ്പോൾ ചില ആളുകൾക്ക് ചിലപ്പോൾ മീൻസ് ഇല്ല മറ്റേ സിനിമ ഇല്ലേ പഞ്ചാബി ഹൗസിൽ കൊച്ചിൻ ഹനീഫ പോണതുപോലെ കൊച്ചിൻ ഹനീഫ മറ്റേ ദിലീപിനെ പിന്നെ ജനാർദ്ദനെ ഏൽപ്പിച്ച് കഴിഞ്ഞിട്ട് പോകുന്നൊരു സീനില്ലേ പൊട്ടനും പോയി ബോട്ടും കിട്ടി അയലസാന്ന് പറഞ്ഞ് ഇങ്ങനെ കുണുങ്ങി പോകുമ്പോൾ പിന്നെ ഇയാൾ വിചാരിക്കുന്ന അവൻ ചിരിച്ചിട്ടാണ് പോകുന്നത്. പിന്നെ സർദാർജി നമ്മുടെ കൊച്ചിനെ നമ്മുടെ ജനാർദ്ദനം വിചാരിക്കുന്നത് അവൻ സങ്കടപ്പെട്ട് പോകുന്നതാണ് അവർ പറയുന്നുണ്ടല്ലോ. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു സ്വന്തം മകളെ റേപ്പ് ചെയ്തവനോ അല്ലെങ്കിൽ ഒരു കൊട്ടേഷൻ നടത്തി വലിയ മിടുക്കനായിട്ട് പോകാനോ ഒന്നും ചിലപ്പോൾ ഒരു പക്ഷേ അങ്ങനെ പോകാൻ കൊച്ചിനെ ഇപ്പോൾ ഇതുപോലെ പോകാൻ ഒരു പക്ഷേ ഞാൻ അനുവദിക്കില്ലായിരിക്കും. പക്ഷേ നിരപരാധികളെ 99.9% ഞാൻ ഉപദ്രവിച്ചിട്ടില്ല. പക്ഷേ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്തെങ്കിലും നമുക്കും പഠിച്ചു പോകണ്ടേ, അങ്ങനെ സമ്മതിപ്പിക്കണം. പക്ഷേ അവൻ സമ്മതിച്ചില്ല. അപ്പോൾ എനിക്ക് സംശയമായി ചെയ്തിട്ടുണ്ടോ. ഏതാണ്ട് 2 പേരെയും ഞാൻ സെല്ലിലൊന്നുമല്ല, ഇവർ കസ്റ്റഡി എടുത്തെന്ന് പറഞ്ഞാൽ സെല്ലിൻ്റെ പുറത്തൊരു ബെഞ്ചിൽ 2 ഇരുത്തിയിരിക്കണം. ഇതെല്ലാം കഴിഞ്ഞു. പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ഈ പയ്യനെ വീണ്ടും ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ അവൻ പറഞ്ഞ് വീണ്ടും ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ പറയാം സാറേ ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ നീ എന്തിനാടാ നേരത്തെ സമ്മതിച്ചാണല്ലോ നീ. സാറ് ഇടിക്കൊന്ന് പേടിച്ചിട്ട് സാർ അങ്ങനെ വന്നപ്പോൾ ഞാൻ പേടിച്ചിട്ട്. അപ്പോൾ അവൻ തീരെ ഒരു കൊള്ളി പോലെ ഇരിക്കുന്ന ഒരു കൊച്ചാണ്. ഒരു 10-18 വയസ്സ് കഷ്ടി ഉണ്ടാവും. ഒട്ടും ആരോഗ്യമില്ലാത്തവർ. ഇതിൽ പൊക്കം മാത്രമേ ഉണ്ടല്ലോ വളഞ്ഞിട്ട് ഒരു ജീൻസൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുന്നൊരു ഒന്നുമില്ല. അപ്പോൾ അവനാണ് അപ്പം പേടിച്ചിട്ടാണ് സാറേ സാറിൻ്റെ ഒരു ഇടി കൊണ്ട് പിന്നെ ഞാൻ എന്ന് പറയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അവനും അങ്ങനെ. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഞാൻ ശശിയായി. 2 പേരും ചെയ്തിട്ടില്ല. എന്നാൽ 2 കസ്റ്റഡിയിൽ എനിക്ക് ഇറക്കി വിടാൻ പറ്റുമോ? പോക്സോ കേസാണ്. നമ്മുടെ ബോധ്യത്തിൽ അപ്പോഴത്തെ എൻ്റെ ബോധ്യത്തിൽ അവർ ചെയ്തിട്ടില്ല. പക്ഷേ എനിക്കത് ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്ന് എനിക്ക് തെളിയിക്കാനായിട്ടുള്ള സാധ്യത ഇവളുടെ മെഡിക്കൽ എക്സാമിനേഷൻ കഴിയണം 2-3 ദിവസം കൂടി കഴിയണം. അങ്ങനൊരു പ്രശ്നം ഇവരെ പറഞ്ഞ് പുറത്തേക്ക് വിടാനായിട്ട് പറ്റില്ല. മേലേ ഉദ്യോഗസ്ഥന്മാർ സമ്മതിക്കില്ല. സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ പോക്സോ കേസിലെ പ്രതിയാണ്. അവർ കൊണ്ട് ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ അതിജീവിതരുടെ പരാതി അവർ കൊണ്ടങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ എനിക്കെതിരായിട്ട് കേസ് വരും. കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന് പറയും. പിന്നെ മീഡിയക്കാർ വിടില്ല, ഒന്നുമില്ല. ആകെ ഇത്തരം സന്ദർഭങ്ങളിൽ ഞാൻ പറയാം പലപ്പോഴും പല ഉദ്യോഗസ്ഥന്മാരും ഇത്തരം സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ സാധിക്കാത്തത് കൊണ്ട് അവർ പെട്ടുപോകാറുണ്ട്. നമ്മളെന്താണ് ആക്കി അവർ കോടതിയിൽ പോയിട്ട് എന്താ വെച്ചാൽ ആവട്ടെ എന്ന് പറഞ്ഞ് എഴുതി വിടുന്ന സാഹചര്യം. നമ്മളിവിടെ നമ്മുടെ സംസാരത്തിന് തുടക്കത്തിൽ പറഞ്ഞത് ഒരുപക്ഷെ അതുപോലെ ആയിത്തീർന്നേനെ. ആ ഉദ്യോഗസ്ഥൻ ഇതുപോലെ നോക്കിയത് കൈകാര്യം ചെയ്തില്ലായിരുന്നെങ്കിൽ. അപ്പോൾ ഏതായാലും ശരി, ഇതിങ്ങനെ ആയി. ഇത് നടക്കുന്നത് ഒരു ബുധനാഴ്ച വൈകുന്നേരമാണ്. ബുധനാഴ്ച രാത്രിയാണ്. നമ്മൾ പെൺകുട്ടീനെ ഏതായാലും ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ മാറ്റി ഇവർ 2 പേരെയും കസ്റ്റഡിയിലാക്കി. ഒരു പ്രത്യേകതയുള്ളതെന്ന് പറഞ്ഞാൽ ഇത്തരം കേസുകളിൽ അതിജീവിതയുടെ 164 എടുക്കണം രഹസ്യമൊഴി. അന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ അവധി ദിവസങ്ങളിലൊന്നും എടുക്കില്ല. ഇന്നിപ്പോൾ അവധി ദിവസങ്ങളിൽ നമുക്ക് കൊണ്ടുചെല്ലാം, വീട്ടിൽ കൊണ്ടുചെല്ലാം. അന്ന് അവർ ഭയങ്കര സ്ട്രിക്റ്റാണ് കുറച്ചുകൂടി. അവർ ആ ദിവസങ്ങളിൽ മാത്രമേ എടുക്കുള്ളൂ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ എനിക്ക് അത് കൊണ്ടുപോകാം. എന്താ വെച്ചാൽ ഇതൊരു ബുധനാഴ്ചയാണ്. പിറ്റേ ദിവസം പെസഹ വേഴമാണ്. അതിൻ്റെ പിറ്റേ ദിവസം ദുഃഖവെള്ളി. 2 അവധി ദിവസങ്ങൾ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം സെക്കൻഡ് സാറ്റർഡേ ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അതിൻ്റെ പിറ്റേ ദിവസം ഞായറാഴ്ച. 4 അവധി ദിവസങ്ങൾ കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച മാത്രമേ ഇവരുടെ മൊഴിയെടുക്കാൻ പറ്റൂ. അപ്പോൾ നമുക്ക് വേറെ ഒരു മാർഗമില്ല. ഇവരെ പറഞ്ഞു വിടാനും പറ്റില്ല. അപ്പോൾ പിറ്റേ ദിവസം രാവിലെയായി. എൻ്റെ കൂടെയുള്ള അപ്പോൾ എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ ഏത് കേസ് ഞാൻ പറഞ്ഞില്ലേ CA അന്വേഷിക്കുന്ന ഗ്രേവ് ക്രൈമാണ്. ഗ്രേവ് ക്രൈമിൻ്റെ കാറ്റഗറികൾ ഞാൻ പറഞ്ഞു. അപ്പോൾ ഏത് കേസുണ്ടെങ്കിലും എൻ്റെ ഒരു രീതിയുണ്ട്. ഞാൻ എൻ്റെ ടീം അംഗങ്ങളെ വിളിച്ചിട്ട് പറയും, വാന്ന് പറഞ്ഞ് എല്ലാവരും ഇരുത്തിയിട്ട് പറയും, നമുക്ക് ഈ കേസിലേക്ക് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള കുറേ കാര്യങ്ങൾ പറയാം, എഴുതിയെടുത്തോളാൻ പറയും. അപ്പോൾ ഇത് എഴുതുന്ന ആൾ നമ്മുടെ കേസെഴുത്തുകാരനാണ്. അയാളെ സാധാരണ എല്ലാവരും റൈറ്റർ എന്ന് വിളിക്കുന്നത് കേസെഴുത്തുകാരനാണ്. കേസെഴുത്തുകാരനല്ല റൈറ്റർ. റൈറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ CA ഓഫീസിൽ DSP ഓഫീസിൽ ക്ലറിക്കൽ വർക്ക് ചെയ്യുന്ന, കമ്പ്യൂട്ടറുകൾ കൈകാര്യം ചെയ്യുന്ന, അവിടെ കുറേ രജിസ്റ്ററുകളുണ്ട്, അത് കൈകാര്യം ചെയ്യുന്ന കുറേ ഫയലുകളുണ്ട്, അത് കൈകാര്യം ചെയ്യുന്ന ആളെയാണ് എന്ത് പറയുക, റൈറ്റർ എന്ന് പറയുക. കേസ് എഴുതുന്ന ആൾക്കാരെ അതിൻ്റെ കേസിൻ്റെ കസ്റ്റഡിയിൽ കേസ് അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ സ്ക്രിപ്റ്ററി വർക്ക് ചെയ്യുന്ന ആളെ നമ്മുടെ അസിസ്റ്റൻറ്റ്, സ്ക്രിപ്റ്ററി വർക്ക് അസിസ്റ്റൻ്റ്, ആ രീതിയിൽ പറയാം. അപ്പം അങ്ങനെ ഉള്ള എൻ്റെ ടീമിനെ എല്ലാവരും കൂടി വിളിച്ചു നേരത്തിട്ട് പറഞ്ഞു നമ്മുടെ കേസ് ഇങ്ങനെയാണ്,
എന്താണ് ഇങ്ങനെ കാര്യങ്ങൾ, നിങ്ങളുടെ ഓരോ കാര്യങ്ങൾ പറയാൻ പറയും. അങ്ങനെ ഇവർ നമ്മൾ ഇങ്ങനെ നമ്മൾ സമ്പദ്സലമാവസ്ഥ എഴുതണം, അത് എഴുതണം, മറ്റേ അതിഥിവരെ ഡ്രസ്സ് എടുക്കണം, പിന്നെ അവിടെ പോയ CDRൻ്റെ കോപ്പി എടുത്ത്, അതിൻ്റെ സർട്ടിഫൈഡ് കോപ്പി എടുത്ത്, അതിൻ്റെ നോഡൽ ഓഫീസറുടെ മൊഴി എടുത്ത്, അതിൻ്റെ IT സർട്ടിഫിക്കറ്റ് മേടിച്ച്, അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത്, പിന്നെ അവിടുത്തെ ഹോട്ടൽ രജിസ്റ്റേഴ്സ് എടുത്ത്, പിന്നെ അത് മാസ്റ്റർ പ്രകാരം എടുത്ത്, അങ്ങനെ ചെയ്ത് ഇങ്ങനെ കുറേ കാര്യം, പിന്നെ അതിൻ്റെ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് എടുക്കണം, ഇതിൻ്റെ സീൻ പ്ലാൻ വേണം, ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. ഇതല്ലാതെയും ചില കാര്യങ്ങളൊക്കെ ഓരോ കേസിന് ആ കേസിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് വ്യത്യസ്തങ്ങളായ പല കാര്യങ്ങളും വേറെയും ചെയ്യണം. അപ്പോൾ അതെല്ലാം നമ്മൾ നോട്ട് ചെയ്തെടുക്കാനാണ് ഇവരെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഇരുന്ന് അപ്പോൾ ഇവർ എല്ലാവരും കൂടി പറഞ്ഞു, സാറേ എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങൾ അവർ നോക്കിക്കോട്ടെ, ഞങ്ങൾ എന്തായാലും റിമാൻഡ് റിപ്പോർട്ട് എഴുതി തരാം, സാറ് ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യും എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ആ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് ഇവരൊരു റിമാൻഡ് റിപ്പോർട്ട് എഴുതി എനിക്ക് കൊണ്ടുവന്നു. ഞാൻ ഇത് വായിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ട്, അപ്പോൾ പിറ്റേ ദിവസം രാവിലെയാണ്, ഒരു 10-11 മണിയായിട്ടുണ്ടാകും. ആ പ്രദേശത്തെ ഞാൻ ഇന്നും എൻ്റെ ഹൃദയത്തിൽ ഞാൻ അത്ര സ്നേഹത്തോടുകൂടി ബഹുമാനത്തോടുകൂടി കാണുന്ന ഒരു പൊതുപ്രവർത്തകരുണ്ട്. ഞാൻ അവരുടെ പേരിപ്പോൾ പറഞ്ഞാൽ ഒരു പക്ഷേ ഈ പോക്സോ കേസിൻ്റെ സ്വഭാവം എങ്ങനെയാണ് ഐഡൻറ്റിറ്റി റിവീൽ ആക്കണ്ട. അപ്പോൾ അതുകൊണ്ട് ഞാൻ പക്ഷേ പറയാതിരുന്നാൽ ഭയങ്കര ഒരു അവരുടെ പേര് പറയാതിരിക്കുന്ന വലിയ കുറ്റബോധത്തിലൂടെയാണ് ഞാൻ പറയാതിരിക്കുന്നത്. പക്ഷേ എൻ്റെ നിസ്സഹായത കൊണ്ട് ഞാൻ ജമ്മാണ്. അതായത് ഒരു 4-5 വട്ടം പഞ്ചായത്ത് ചെറുപ്പക്കാരത്തെയാണ്, ഇന്നിപ്പോൾ ഒരു 10-40 വയസ്സ് ഇപ്പോൾ കാണും, അന്നൊരു 10-30 വയസ്സേ ഉള്ളൂ, ചെറുപ്പക്കാരത്തെയാണ്. 4-5 വട്ടം പഞ്ചായത്ത് മെമ്പറായി, പഞ്ചായത്ത് പ്രസിഡൻ്റായി, എല്ലാത്തിനും പിന്നെ ജനങ്ങൾ കൂടെ നിൽക്കുന്ന ഒരു നല്ല ഒരു പൊതുപ്രവർത്തകൻ. നമുക്ക് അന്നും ബഹുമാനമാണ്, ഇന്നും ബഹുമാനമാണ്. നമ്മുടെ ഹൃദയത്തിൽ ചേർത്ത് വെച്ച് ഒരു സ്വന്തം സഹോദരനെ സ്നേഹിക്കുന്ന പോലെയാണ് അവരെയൊക്കെ സ്നേഹിക്കുന്നത്. അപ്പോൾ അവർ ഇങ്ങനെ കയറി വന്നു. അപ്പോൾ പറഞ്ഞു, നവാസ് സാറേ, ഞാൻ പറഞ്ഞ് എന്തേ? ഞാൻ ഇതിന് വന്നതാണ്. ഞാൻ പറഞ്ഞ് ശരിക്കും അവർ ചെയ്തതാണോ സാറേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ റിമാൻഡ് റിപ്പോർട്ട് അവർ കൊണ്ടുവന്ന് ഒപ്പിടാൻ വായിച്ച് നോക്കി, ഒപ്പിട്ടാൽ മതി, ഒപ്പിട്ടാൽ ഇവർ നേരെ അകത്തേക്ക് പോകും. അപ്പോൾ ഞാൻ പറഞ്ഞ് ആണെന്ന് തോന്നണം, കാര്യം പെൺകുട്ടി അങ്ങനെ പറയുന്നില്ല, പെണ്ണിൻ്റെ മൊഴി മാത്രം മതിയല്ലോ. അല്ല സാറേ, ചെയ്തിട്ടുണ്ടോ സാറേ? അയാളുടെ കൂടെ ആയിരുന്നു ഈ പെൺകുച്ചി, അയാൾ വളർത്തിയതാണ് ഇവിടെ. പിന്നെ ചെറുക്കനും അങ്ങനെ വലിയ ഇപ്പോഴത്തെ പിള്ളേരെ പോലെയൊന്നും അങ്ങനെ വലിയ കുഴപ്പമൊന്നും ഉള്ളവനല്ല. പിന്നെ അത് ഞാൻ പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ നിസ്സഹായനാണ്. പെൺകുട്ടി ഇങ്ങനെ പറയുന്നു, പുറത്തേക്ക് ഇറക്കി വിട്ടാൽ എൻ്റെ പണി പോകും, പിന്നെ ഇവന്മാരകത്തേക്ക് വിട്ടാൽ എൻ്റെ മനസ്സാക്ഷി സമ്മതിക്കുന്നു. ഈ ഇരിക്കുന്നത് എന്താണെന്നറിയുമോ? റിമാൻഡ് റിപ്പോർട്ട്. അതിൻ്റെ താഴെ എഴുതിയിരിക്കുന്നത് കണ്ട, സർക്കിൾ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഒപ്പ് മാത്രം ഇട്ടാൽ മതി എന്ന് പറയും. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ആ ഉപ്പിൻ്റെ കാര്യം പറഞ്ഞ് മാടത്ത പറന്നു പോകുന്ന പോലെ എൻ്റെ ഒപ്പ് അങ്ങനെയാണ് ഇങ്ങനെ. അപ്പോൾ ഞാൻ പറഞ്ഞ് മാടത്ത പറന്നു പോകുന്ന പോലെ ഒരു ഒപ്പ് മാത്രം ഇവിടെ ഇട്ടാൽ മതി, അവരുടെ കാര്യം തീരുമാനമായി. പക്ഷേ എൻ്റെ കൂടെ അവരുടെ ബന്ധുക്കളും സമുദായത്തിൻ്റെ ആൾക്കാരും വന്നിട്ടുണ്ട് സാറേ. അപ്പോൾ അവർ എന്നോട് പറഞ്ഞു, സാറിനൊന്ന് കാണണമെന്ന് പറഞ്ഞ്, അനധികൃതമായിട്ട് അങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്, അവർ അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ അവർ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ് അവരെ വിളിക്കുന്നു. അപ്പോൾ അവർ വന്നു കഴിഞ്ഞപ്പോൾ അവരല്പം നമ്മളോടൊരു അല്പം റെഫറൻസിലാണ് സംസാരിച്ചത്, സാർ ഇത് ചെയ്യാത്ത തെറ്റാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അവരെ മാറ്റി ഞാൻ അവരോട് സംസാരിച്ച ചിലപ്പോൾ എൻ്റെ ടെമ്പർ ലൂസായി പോകും. കാര്യം ഞാൻ വല്ലാത്തൊരു ടെൻഷനിലാണ്, ഇവരകത്തേക്ക് വിടണോ വിടണ്ടേ എന്ന് എൻ്റെ ഒരു ഒപ്പ് തീരുമാനിക്കുന്ന ഒരു അവസരം ഞാൻ നിൽക്കുകയാണ്. വിടാനായിട്ട് എൻ്റെ മനസ്സാക്ഷി അനുവദിക്കുന്നില്ല, വിടാതിരുന്ന എൻ്റെ പണി പോവുകയും ചെയ്യും. മെമ്പർ പറഞ്ഞു, പിന്നെ നിങ്ങൾ പുറത്ത് നിൽക്കുമെന്ന് പറഞ്ഞു. അന്നേരം അവിടെ നിന്ന് അവർ പറഞ്ഞത്, നവാസ് സാറാണ് അകത്തിരിക്കുന്നത്, നവാസ് സാറ് അവരകത്തേക്ക് വിട്ടിട്ടുണ്ടെങ്കിൽ അവർ ചെയ്തിട്ടുണ്ടോ? അകത്തേക്ക് വിട്ടില്ലേ? ചെയ്തില്ല. അല്ല, അവർ ചെയ്തിട്ടില്ലേ? ഒരു കാരണവശാലും അവരകത്തേക്ക് പോവില്ല. നിങ്ങൾ ധൈര്യമായിട്ട് വെറുതെ ആവശ്യമില്ലാതെ വേറെ പ്രശ്നത്തിന് നിൽക്കരുതെന്ന് പറഞ്ഞ് അവരോട് പറഞ്ഞ് റെഡിയാക്കിയിട്ട് അകത്തേക്ക് പോകും. അപ്പോൾ ഞാൻ പറഞ്ഞ്, മെമ്പറേ എന്ത് ചെയ്യും, നമുക്കൊരു പണി ചെയ്താലോ? അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും സാറേ? ഞാൻ പറഞ്ഞ് ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, ഇവളുടെ മെഡിക്കൽ എക്സാമിനേഷൻ റിസൾട്ടും കിട്ടണം, 164ൻ്റെ കോപ്പി എനിക്ക് കിട്ടണം. അതിൽ രണ്ടിലും ഇവർ നിരപരാധിയാണെന്ന് ബോധ്യമായാൽ നോർമൽ കോഴ്സിലൊരു ഉദ്യോഗസ്ഥൻ റിസ്ക് എടുക്കില്ല, അയാൾ അപ്പോഴും റിമാൻഡ് ചെയ്തകത്തേക്ക് വിടും. പക്ഷേ ഞാൻ ആ ഒരു റിസ്ക് ഞാൻ എടുത്തോളാം. അപ്പോൾ അത്രയും ദിവസം ഞാൻ കൊണ്ടുപോയിട്ടു. ഞാൻ പറയാം, കൊണ്ടുപോകുന്നത് നടക്കില്ല. ഇവരെ വിടണം. കൊണ്ടുവന്നത് നടക്കില്ല. ഇവർ വിടണമെന്ന് അവർ പറയുന്നു. കൊണ്ടുപോയിട്ട് കൊണ്ടുവരാം സാർ പറയുമ്പോൾ കൊണ്ടുപോയി, അത് നടക്കില്ല.
കാര്യം നിങ്ങളെ കയ്യിൽ നിന്നെങ്ങാനും അവർ പോയി കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നത് ഇപ്പോൾ പറഞ്ഞ പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾ പറയുന്നത് കേൾക്കും. പുറത്തിറങ്ങി കഴിഞ്ഞ വെച്ചും അവരവരുടെ പാട് നോക്കി പോയി കഴിഞ്ഞാൽ പിന്നെ ഇവർ ഞാൻ പിടിച്ചെടുക്കാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ടാവും. ഞാൻ എല്ലാവരോടും സമാനം, മേലുദ്യോഗസ്ഥന്മാരോടും കോടതിയോടും മീഡിയക്കാരോടും രാഷ്ട്രീയക്കാരോടും ഒക്കെ ഞാൻ സമാനം പറയേണ്ടി വരും. അതുകൊണ്ട് ഞാൻ എന്തായാലും അതിന് നിൽക്കില്ല എന്ന് പറഞ്ഞു. അപ്പം പിന്നെ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ കസ്റ്റഡി വെക്കും. വലിയൊരു ചോദ്യമുണ്ട് അവിടെ. കസ്റ്റഡി വെക്കാൻ പറ്റുമോ? കസ്റ്റഡി വെക്കാൻ പറ്റുമോ? കസ്റ്റഡി വെക്കാൻ പറ്റുമോ? കേസ് നമ്മളിപ്പോൾ ഒരാളെ സംശയത്തിന് നമ്മൾ പിടിച്ചു, നമ്മൾ ചോദ്യം ചെയ്തു, കുറച്ച് സമയം കഴിഞ്ഞ് അയാൾ ചെയ്തിട്ടുണ്ടെന്ന് ബോധ്യമായി കഴിഞ്ഞാൽ നമുക്ക് അയാൾ അറസ്റ്റ് രേഖപ്പെടുത്താം. അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ വിത്തിൻ 24 hours കോടതിയിൽ, അതായത് നമ്മുടെ കോടതിയിലേക്ക് പോകുന്ന, ചിലപ്പോൾ നമ്മുടെ ഇവിടുന്ന് 40 കിലോമീറ്റർ അപ്പുറത്തായിരിക്കും കോടതി, അത്രയും നമുക്ക് റണ്ണിങ് ടൈം എടുക്കാം. അല്ല തൊട്ടപ്പുറത്തായിരിക്കും കോടതി. ആ പറഞ്ഞ കോടതിയിലേക്ക് പോകുന്ന സമയം ഒഴിച്ച് ബാക്കിയുള്ള 24 hours നമ്മൾ ഹാജരാക്കണം. അങ്ങനെ അല്ലാതെ കസ്റ്റഡി വെക്കാൻ പറ്റുമോ? സ്വാഭാവിക രീതിയിൽ പറ്റില്ല. സ്വാഭാവിക രീതിയിൽ പറ്റില്ല. അല്ലാതെ നിയമവിരുദ്ധമാണ്. അത് ഞാൻ പ്രതിയാവും, ഇല്ലീഗൽ കസ്റ്റഡി. അപ്പോൾ ഈ കേസിൽ ഞാൻ ഇവരോട് പറഞ്ഞു ഞാൻ ഒരു വിടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇല്ലീഗൽ കസ്റ്റഡിയാവും. ആകെ ചെയ്തൊരു പരിപാടി എന്ന് പറഞ്ഞാൽ ഇവർ, ഞാൻ പറഞ്ഞ എല്ലാ സൗകര്യങ്ങളും ഞാനവിടെ ചെയ്തു കൊടുത്തേക്കാം. ഭക്ഷണം, അവർക്ക് റെസ്റ്റ് എടുക്കാനുള്ളത്, അവരെ സെല്ലിലിടില്ല, ഒരാൾ അവരെ ഹരാസ് ചെയ്യില്ല, വളരെ മാന്യമായിട്ട് പെരുമാറിക്കോളൂ, പക്ഷെ വിടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, അവർ പുറത്തിറങ്ങിയിട്ട് മറ്റവരോട് പറഞ്ഞു അവർ റിമാൻഡിലേക്ക് പോകണോ അതോ അങ്ങേരെ. അപ്പോൾ അവർ പറഞ്ഞു മെമ്പർ പറയുന്ന പോലെ ചെയ്യാമെന്ന് പറഞ്ഞു. നമ്മളെന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോൾ ഇവരെ ഒരു 24 hours ഒരു ഗ്യാപ്പിൽ ഇവരെ പറഞ്ഞു വിടും. പറഞ്ഞു വിട്ട് രേഖയുണ്ടാക്കി അവരുടെ കൂടെ ഈ പറഞ്ഞ മെമ്പർ പോലും അവരുടെ കൂടെ പറഞ്ഞു വിട്ടതായിട്ട് നമ്മൾ കാണിച്ച് ഇവരൊന്ന് പുറത്തൊക്കെ പോയി സ്റ്റേഷൻ്റെ പരിസരത്തൊക്കെ ഒന്ന് കറക്കി വിടപ്പം ഇറങ്ങിയിട്ട് നമ്മളൊരു സമയം പറയും. ആ സമയത്ത് തിരിച്ചു വരണം. തിരിച്ചു വന്ന് വീണ്ടും നമ്മൾ അവരുടെ സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് വീണ്ടും അവരെ അങ്ങനെ വെച്ചു. അങ്ങനെ 4 ദിവസം അവരെ കസ്റ്റഡി വെച്ചു. ഈ പറഞ്ഞ പെസഹവേഴവും കഴിഞ്ഞു, ദുഃഖവെള്ളിയും കഴിഞ്ഞു, 2ാം ശനിയും കഴിഞ്ഞു, ഈസ്റ്ററും കഴിഞ്ഞ്. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സിനിമയിൽ പറഞ്ഞു തിങ്കളാഴ്ച നല്ല ദിവസം എന്ന് പറയുമല്ലോ, നല്ല ദിവസം. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ജോലി കിട്ടിയത്, എൻ്റെ കല്യാണം കഴിഞ്ഞ്, എൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ്, എൻ്റെ ആദ്യത്തെ കുട്ടി ജനിച്ചതൊക്കെ തിങ്കളാഴ്ചകളാണ്, ഓരോ തിങ്കളാഴ്ചകൾ. അപ്പോൾ ഇത് നല്ല സംഭവിക്കുന്ന ദിവസം. അപ്പോൾ നല്ല സംഭവിക്കാം. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ എൻ്റെ തിങ്കളാഴ്ച നല്ല ദിവസം വരുവാണ്. അപ്പോൾ ഞാൻ നോർമലി ഇതെടുത്തു. ഞാൻ പോയിട്ട് പിന്നെ മജിസ്ട്രേറ്റിലേക്ക് 164 അതിൻ്റെ കോപ്പി കിട്ടി. ഈ കുട്ടിയെ മെഡിക്കൽ എക്സാമിനേഷൻ നടത്തി. നടത്തിയിട്ട് മെഡിക്കൽ എക്സാമിനേഷനിൽ നോ സൈൻസ് ഓഫ് സെക്ഷൽ കോണ്ടാക്ട് ഒന്നുമില്ല. അതായത് ഈ കൊണ്ടുപോയ പയ്യനും സെക്ഷൽ ഇൻ്റർകോഴ്സ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ പെനിട്രേറ്റീവ് സെക്ഷൽ ഇൻ്റർകോഴ്സ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായ ചെറുക്കൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഈ 2 പേരുടെ ഭാഗത്തുനിന്ന് യാതൊരു സംഭവം അതും ഉണ്ടായിട്ടില്ല. കാര്യം അങ്ങനെ ഒരു സൈൻ ഇല്ല. ഡോക്ടറെ കണ്ടു, ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടർ കാര്യങ്ങൾ പറഞ്ഞു, മജിസ്ട്രേറ്റിൻ്റെ മൊഴി എടുത്തു, സംഭവം രണ്ടും കഴിഞ്ഞു. അവർ 4 ദിവസവും നമുക്ക് വേണമെങ്കിൽ പറയാം എന്താണ് ഇല്ലീഗൽ കസ്റ്റഡിയാണ്. ഈ 4 ദിവസത്തെ ഇത് അവരുടെ കസ്റ്റഡി കഴിഞ്ഞ് ഞാൻ അവരെ വിളിച്ചു, മെമ്പറേയും വിളിച്ചു, കാര്യങ്ങൾ പറഞ്ഞു ഇങ്ങനെയാണ് സംഭവിച്ചത്. അപ്പോൾ അവർക്കത് ബോധ്യമാണ്. അവർ പറയുന്നത് ഞങ്ങൾ ജയിലിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് സാറെടുത്തൊരു റിസ്ക്കാണ്, ഞങ്ങൾക്കതറിയാം, അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നറിയാം, ഞങ്ങളുടെ മെമ്പറും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്കും ബോധ്യമായിട്ട്. മെമ്പർ വന്നില്ലായിരുന്നുവെങ്കിൽ സാർ അതിനകത്ത് ഒപ്പിട്ടേ. മെമ്പർ വന്നില്ലായിരുന്നുവെങ്കിൽ ഒപ്പിടുക എന്നുള്ളതല്ല, ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്, അവർ ജയിലിലേക്ക് വിടില്ല എന്ന് തന്നെ. അത് അവർ വിടില്ല എന്നുള്ള കാര്യം, അത് ഞാൻ പറഞ്ഞില്ല, എൻ്റെ മുമ്പിൽ വരുന്ന ഒരാൾ നിരപരാധിയാണെങ്കിൽ അയാളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ബാധ്യത കൂടി എനിക്കുണ്ട്. ഞാൻ പറയുന്നത് അവിടെ ഞാൻ ശരിക്കും പറഞ്ഞാൽ തെറ്റാണ് ചെയ്തത്. അവരെ ആ സമയത്ത് ഇങ്ങനെ ഞാൻ വൈകുന്നേരം വിട്ടു, എല്ലാം അതിൻ്റെ രേഖകളെല്ലാം കയ്യിലുണ്ട്, അവരെ കുറച്ച് നേരം വിട്ടുവെങ്കിൽ തന്നെ 4 ദിവസം അവരെൻ്റെ കസ്റ്റഡി തന്നെ അല്ലായിരുന്നോ? അത് തെറ്റല്ലേ? അവരെ വിട്ടാലോ? അതും തെറ്റല്ലേ? ഞാൻ എവിടുന്ന് ഇതിനൊരു എവിഡൻസ് ഉണ്ടാക്കും? ഞാൻ എൻ്റെ മനസാക്ഷി, ഞാനൊരാളെ അകത്തേക്ക് എഴുതി വിടണമെങ്കിൽ ഒന്നെങ്കിലും ഇവരെ കൊടുത്ത് 164 എന്തെങ്കിലും ഉണ്ടാവണ്ടേ? അത് പിന്നെ നോർമലി അതിലും നമുക്ക് ഇതായിട്ട് സപ്പോർട്ടീവായിട്ട് എവിഡൻസ് കിട്ടിയില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനിടയ്ക്ക് 2 ദിവസത്തിനിടയ്ക്ക് ഈ കുട്ടീനെ നമ്മൾ ഇത് ചെയ്തിരുന്നു, കൗൺസിലിങ്ങിന് ഇതാക്കിയിരുന്നു. ആ കൗൺസിലിങ്ങിൻ്റെ ഫലമായിട്ട് അവൾ മജിസ്ട്രേറ്റിന് പറഞ്ഞത് സത്യസന്ധമായ കാര്യം അവിടെ പറഞ്ഞു. അതെന്താണെന്ന് ഞാൻ പറയാം. പിന്നെ ഇവിടെ
മെഡിക്കൽ എക്സാമിനേഷൻ നടത്തി. മെഡിക്കൽ എക്സാമിനേഷൻ ഇവർ ഞാൻ പറഞ്ഞു വിട്ടതിന് ശേഷം മെഡിക്കൽ എക്സാമിനേഷൻ നടത്തി. മെഡിക്കൽ എക്സാമിനേഷൻ 4 ദിവസം കഴിഞ്ഞപ്പോൾ നടത്തി കഴിഞ്ഞപ്പോൾ ഇതിലിങ്ങനെ സെക്ഷൽ ഇൻ്റർകോഴ്സിൻ്റെ ഒരു പ്രൂഫുണ്ട്, മറ്റേ ചെറുക്കൻ ചെയ്തിട്ടുമില്ല എന്നാണ് നമുക്ക് ബോധ്യമാണെങ്കിൽ പിന്നെ ഇവരായിരിക്കണമല്ലോ, അല്ലെങ്കിൽ വേറൊരാളായിരിക്കണമല്ലോ. ഏതായാലും അവളങ്ങനെ പറയുന്നുണ്ടല്ലോ, അവളുടെ മൊഴി ഏതായാലും അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അത് എനിക്കെതിരാണ്, അതായത് ഈ പറഞ്ഞ പ്രതികൾക്കെതിരാണ്, എനിക്കും എതിരാ. കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് അവരെ വിട്ട് കഴിഞ്ഞാൽ എനിക്കും എതിരായല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് അതും പറ്റില്ല, ഇവരെ പിടിച്ചാക്കും. അപ്പം ഞാൻ കൂടുതൽ ബുദ്ധിമുട്ടുള്ള കാര്യം ഏതാണെന്ന് എനിക്ക് തോന്നിയപ്പോൾ, സാധാരണഗതിയിലൊരു ഉദ്യോഗസ്ഥൻ ചിലപ്പോൾ ചെയ്യുമായിരിക്കും, അവരെ പിടിച്ച് ജയിലിലേക്ക് ഇട്ടിട്ട് അയാളെ കൈയിടുമായിരിക്കും. പക്ഷേ ഞാൻ അവിടെ ചെയ്തത് ഈ റിസ്ക് എടുക്കുകയാണ്. എന്തെങ്കിലും ആവുന്നെങ്കിൽ എനിക്ക് ആയിക്കോട്ടെ, ഇനിയാണെങ്കിലും ആയിക്കോട്ടെ, കുഴപ്പമില്ല, പിന്നെ ആയിക്കോട്ടെ, സാരമില്ല, അതിൻ്റെ സത്യത്തിൻ്റെ കൂടെ നിൽക്കണം. അപ്പോൾ അങ്ങനെ 164 വന്നപ്പോൾ അതിലില്ല, മെഡിക്കൽ എക്സാമിനേഷൻ വന്നപ്പോൾ അതിലില്ല. അവിടെ ചോദിച്ച ചോദ്യം, ഇപ്പോൾ അക്ഷയ് ചോദിച്ച ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ആ മെമ്പർ വന്നില്ലായിരുന്നെങ്കിൽ ഒപ്പിടുമായിരുന്നു എന്നുള്ളതാണ്. മെമ്പർ വന്നില്ലായിരുന്നെങ്കിലും ഞാൻ ഒപ്പിടില്ല. നമുക്കൊരു ബോധ്യമുണ്ട്, എനിക്കൊരു ബോധ്യമുണ്ട് നിരപരാധിനെ വിടില്ല. പക്ഷേ വേറൊരു കാര്യമുണ്ട്, അവിടെ ആ ഒരു മെമ്പറിൻ്റെ എൻട്രി എന്ന് പറയുന്നത് ഞാനീ ചെയ്തത് എൻ്റെ മനസാക്ഷിയുടെ മുമ്പിൽ ശരിയാണ്, തെറ്റല്ല. ഇനി തെറ്റാണെങ്കിൽ തന്നെയും അത് ചെയ്യാനുള്ള സ്ട്രെങ്ത് സാർ ചെയ്തു, ഇത് എന്ത് വന്നാലും ഞാൻ ഏറ്റു, അവരെ ഞാൻ പറഞ്ഞു നിർത്തിക്കോളാം, ഇവരെ ഈ പറഞ്ഞ നമ്മുടെ കസ്റ്റഡിയിലുള്ളവരെ പറഞ്ഞു നിർത്തിക്കോളാം, അവരുടെ സമുദായത്തിനെ പറഞ്ഞു നിർത്തിക്കോളാം, പുറത്തുള്ള കാര്യം ഒരു വനിതയാണ്. ഞാൻ അതാ പറഞ്ഞ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന കാര്യം. അവരുടെ കേപ്പബിലിറ്റി എന്ന് പറഞ്ഞാൽ അതിഭീകരമായ കേപ്പബിലിറ്റിയാണ്. ആ പ്രാവശ്യം അവിടുത്തെ ഒരു നിയമസഭാ ഇലക്ഷനിൽ പിന്നെ സ്ഥാനാർത്ഥിയായിട്ട് അവർ പരിഗണിച്ചാണ്, കൊടുത്തില്ല. അവരുടെ പാർട്ടിയുടെ ഗ്രൂപ്പിൻ്റെ സമവാക്യമൊക്കെ വന്നപ്പോൾ അവർ മാറിപ്പോയി, അവരെ നിർത്തിയില്ല. പക്ഷേ അങ്ങനെ ഒരാളാണ്, അത്രയ്ക്ക് കപ്പാസിറ്റി ഉള്ള ഒരാളാണ്. അവരാണ് വന്നു വെച്ചു ഇതിനിടയ്ക്ക് ഈ കാര്യങ്ങൾ. അപ്പോൾ അവർ ആ ചോദ്യം വളരെ കറക്റ്റാണ്. അവിടെ പറഞ്ഞ പൊതുപ്രവർത്തകയുടെ അവരുടെ റൂളും അവിടെ ആ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ റൂളും നമ്മൾ വിവേചിച്ചറിയണം. അയാൾ തീരുമാനം എടുത്തിരുന്നു, എന്താണ്, ഞാനിവരെ വിടില്ല. പക്ഷേ അങ്ങനെ ഉള്ളിടത്ത് പിന്നെ എന്താ പറയുക, യേശു പറയണ പോലെ, പിന്നെ നമ്മുടെ വിശുദ്ധ പുസ്തകത്തിൽ പറയണല്ലോ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞ പോലെ എന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് പറയാൻ ആ മെമ്പറുണ്ടായി. ഏതായാലും അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഞാൻ വിട്ടതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ കയറി വന്ന് 2 പേരും കൂടി, മെമ്പർ പുറത്ത് നിൽപ്പുണ്ട്. അപ്പോൾ ഒരു പാക്കറ്റ് ഈന്തപ്പഴം കൊണ്ടുവന്ന് എനിക്ക് തന്നിട്ട് പറഞ്ഞ്, സാറേ ഇത് ഞങ്ങളുടെ ഒരു സ്നേഹത്തിന് വേണ്ടി. അപ്പോൾ ഞാൻ ഒരു ചായക്ക് പോലും ആരോടും കടപ്പെട്ടിട്ടില്ല, അന്നും പെട്ടിട്ടില്ല, പിന്നെയും പെട്ടിട്ടില്ല, അതിന് മുമ്പും പെട്ടിട്ടില്ല. ഞാൻ പറഞ്ഞു, ഇത് വളരെ മോശം പരിപാടിയാണ്. ഞാൻ ആ ഒരു കാര്യം ചെയ്ത് നിങ്ങൾ കുറേ സഫർ ചെയ്തു, എന്നാലും നിങ്ങൾ നിരപരാധിയാണെന്ന് കണ്ട് ഞാൻ പറഞ്ഞ് നിങ്ങളെ വിടുമ്പോൾ അത് ചെയ്തതിന് എനിക്ക് ഒരു പ്രതിഫലമായിട്ട് നിങ്ങളിത് ഇല്ല സാറേ, ഞങ്ങളുടെ ഒരു സന്തോഷം, നമ്മുടെ ജോലിയാണ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ ജോലിയാണ് ചെയ്തത്, തീർച്ചയായിട്ടും. അപ്പോൾ അല്ല സാറേ, അത് പിന്നെ ഞങ്ങൾ ചേച്ചിയോട് ചോദിച്ചപ്പോൾ ചേച്ചിയും പറഞ്ഞു അത് കുഴപ്പമില്ല, മേടിച്ചു സാറ്. ചിലപ്പോൾ വഴക്ക് പറയും, അതുകൊണ്ട് അവർ പുറത്ത് നിന്ന്. അപ്പോൾ അവർ വീണ്ടും കയറി വന്നിട്ട് പറയും, സാറേ അത് ആര് വഴക്ക് പറയും, അങ്ങനെ ഉണ്ടെങ്കിൽ എന്നെ പറഞ്ഞു, ഞാനാണ് അവരോട് പറഞ്ഞത് വാങ്ങിക്കാനെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരിയായില്ല, എന്നാലും വാന്ന് പറഞ്ഞ് മെമ്പറേയും പിടിച്ചിരുത്തി, ഇവരെയും പിടിച്ചിരുത്തി, ഞങ്ങൾ 4 പേരും കൂടി ഇത് പങ്കിട്ട് എൻ്റെ എഴുത്തുകാരെയും വിളിച്ച് ഞങ്ങളെല്ലാവരും കൂടി പങ്കിട്ടത് കഴിച്ച് അങ്ങനെ അവരത് പോയി. അപ്പം ഞാൻ പറയുന്നത് സിനിമ പോലെ ഒരു സിനിമക്കത് പറയും. ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ കൂടി ചേർത്ത് വെച്ചിട്ട് ഞാൻ ഈ അനുഭവങ്ങളെല്ലാം കൂടി ചേർത്ത് വെച്ചിട്ട് അതിലൊരു ഈ പറഞ്ഞ ഈ ഇൻസിഡൻറ്റ് അതിലൊരു മുഖ്യ ഘടകമാണ്. ഞാൻ അത്യാവശ്യം എഴുതുന്ന ഒരാളാണ്. സാറിൻ്റെ ഒരു കസ്റ്റഡിയും അങ്ങനെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ സർവീസ് ഇരിക്കുന്ന സമയത്ത് തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് സാങ്ഷനായിട്ട് വന്നൊരു സംഭവമാണ്. ഒരു കസ്റ്റഡി ഉണ്ട്, പിന്നെ ഒരു ഗ്രാമസ്വരാജ് എന്ന് പറഞ്ഞൊരു കഥ, 2 കഥകൾ. അത് സത്യത്തിൽ എഴുതാൻ വേണ്ടിയിട്ട് എഴുതിയല്ല, എനിക്ക് അതായത് നമ്മുടെ കൊറോണ സമയത്ത് അത്യാവശ്യം എന്താ പറയുക, കൊറോണയുടെയൊക്കെ ലാസ്റ്റ് ഫേസ് ആയപ്പോഴാണ് എനിക്ക് വയ്യാതെ തോന്നുന്നത്. അപ്പം ഞാനിങ്ങനെ റൂമിൽ ഒറ്റപ്പെട്ട് 10 ദിവസം ഇരിക്കേണ്ടി വന്നു. അങ്ങനെ ഇരിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറ്റുന്നൊരു കാര്യമില്ല. അപ്പം ഞാനിങ്ങനെ ഫേസ്ബുക്കിൽ അത്യാവശ്യം ചെറിയ നുറുങ്ങ് കവിതകളൊക്കെ എഴുതി. കാര്യം പണ്ട് അത്യാവശ്യം കുറേ വായിച്ചിട്ടുള്ളതുകൊണ്ടും പിന്നീട് കുറേ വായിക്കാൻ പറ്റാതെ വന്ന അനുഭവങ്ങൾ മാത്രമാണ്. പിന്നെ ഒക്കെ ഉള്ള ഒരു ഇതുകൊണ്ട് ഇടയ്ക്ക് എഴുതണമെന്ന് തോന്നാറുണ്ട്, പക്ഷേ എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ട് എഴുതാറില്ല. അപ്പോൾ ഈ ഒരു 10-20 ദിവസം എനിക്ക് ഇങ്ങനെ ഒരു ബ്രേക്ക് കിട്ടിയ സമയത്ത് ഞാൻ എന്തെങ്കിലും അപ്പോൾ അങ്ങനെ ഫേസ്ബുക്കിൽ കുറിക്കാമെന്ന് വെച്ചപ്പോൾ എനിക്ക് അതല്ല, എന്നാൽ പിന്നെ എൻ്റെ അനുഭവം ഈ അനുഭവം ഒന്ന് കഥയാക്കാമെന്ന് വിചാരിച്ച് ഞാനപ്പോൾ കഥയാക്കി കഴിഞ്ഞാലൊന്നും ആരും കൂടുതൽ പിന്നെ
വായിച്ചു കൊള്ളുന്നൊന്നുമില്ല. പഴയ ആ ഒരു റീഡിങ് ഹാബിറ്റൊക്കെ ആളുകളിലൊക്കെ അപ്പം ഞാനങ്ങനെ എന്നൊരു തിരക്കഥയാക്കി കളയാം. അപ്പോൾ തിരക്കഥ എങ്ങനെ എഴുതേണ്ടെന്ന് പോലുമില്ല. ഞാനങ്ങോട്ട് എഴുതി സീൻ 1 എന്നും പറഞ്ഞ് ഞാനിങ്ങനെ എഴുതി ഇത് ഞാൻ ഇപ്പോൾ പറഞ്ഞ സംഭവം അതിൻ്റെ ഞാൻ ഈ പറഞ്ഞ കഥയുടെ ഒരു പോർഷനാണ്. ഒരു ഹാഫ് പോർഷൻ വരെ ഇതാണ്, അത് കഴിഞ്ഞ് വേറെയാണ്. അതായത് ഇത് എഴുതി കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ എറണാകുളത്തുള്ള ഒരു പ്രൊഡ്യൂസറുമായിട്ട് സംസാരിച്ച് അദ്ദേഹം നമ്മുടെ ഷാജി കൈലാസ് സാറിനെ കൊണ്ട് കാണിച്ചു. ഞാൻ കഥ പറഞ്ഞു, സാറിന് കഥ ഇഷ്ടപ്പെട്ടു. അദ്ദേഹം ആ ഒരു പ്രൊജക്റ്റായിട്ട് നമുക്ക് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് ഈ ഒരു കഥാപാത്രത്തിന് പറ്റുന്ന ഒരു ആർട്ടിസ്റ്റുകളെ, മുൻനിര ആർട്ടിസ്റ്റുകളെയൊക്കെ നോക്കി. അത് കഴിഞ്ഞ് അതൊന്നും പറ്റുന്നില്ല. പിന്നെ ഈ നമ്മൾ പറയുന്ന ആസിഫ് അലി, ജോജു, അങ്ങനെയുള്ള ആ ഒരു കാറ്റഗറിയിലുള്ള ആളുകളെയൊക്കെ വെച്ച് അവർ നോക്കുന്ന സമയത്ത് അവരുടെ ഒന്നും ഡേറ്റ് കിട്ടാതെ വന്ന സമയത്ത് അദ്ദേഹം അടുത്തൊരു പ്രോജക്റ്റിലേക്ക് പോയി. അപ്പോൾ അത് ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഈ മാസം ഈ അടുത്ത ആഴ്ച എങ്ങാണ്ട് റിലീസാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ആ പ്രൊജക്റ്റ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അന്ന് ഇത് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത പ്രൊജക്റ്റായിട്ട് ചിലപ്പോൾ നോക്കുമായിരിക്കും. അങ്ങനെ നിൽക്കുന്നുണ്ട്. ഏതായാലും ഇതിലെ ഒരു ഭാഗം ഞാൻ ഈ പറഞ്ഞ ഇൻസിഡൻ്റാണ്. അപ്പോൾ പറഞ്ഞു വന്നത് സിനിമാക്കഥ പറയാനല്ല, നോർമലി നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള ഒരു അനുഭവമാണ് ഞാനീ പറഞ്ഞത്. ഇത് നമ്മൾ ഓരോ പോലീസ് ഉദ്യോഗസ്ഥനും അങ്ങനെ ഒരു ബാധ്യതയുണ്ട്. അയാളുടെ മുമ്പിൽ വരുന്ന കാര്യം അയാളുടെ മുമ്പിൽ പല മാനസികാവസ്ഥയിലെ ആൾക്കാർ വരുന്നത്. ചിലർ ഞാൻ പെട്ടുപോയി ഇവിടുന്ന്, അത്ര ആൾക്കാരാണ് പെട്ടുപോയി, ഞാനിനി രക്ഷപ്പെടില്ല എന്ന് വിചാരിച്ച് ചിലപ്പോൾ ചെയ്തവരായിരിക്കാം, ചിലപ്പോൾ ചെയ്യാത്തവർ. അത്തരം ആളുകളാണ് ചിലപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ആത്മഹത്യക്കൊക്കെ ശ്രമിക്കുന്നത്. ചിലരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്ത് വിഷയമാണെന്ന് പറഞ്ഞാലും ഞാൻ എൻ്റെ സ്വാധീനം കൊണ്ടും എൻ്റെ കഴിവ് കൊണ്ടൊക്കെ ഞാൻ രക്ഷപ്പെടും. ഇപ്പോൾ 2 ദിവസം അകത്ത് കിടന്നാലും ഞാൻ പൂർവ്വമെന്ന് വിചാരിക്കുന്ന മനസ്സുകാരുണ്ട്. ചിലരങ്ങനെയല്ല, തകർന്നു പോകുന്ന ആൾക്കാരുണ്ട്. അവർ സ്വാഭാവികം അത്ര ആൾക്കാരാണ് ചിലപ്പോൾ ഒരുപക്ഷെ ഈ ആത്മഹത്യാ ശ്രമം പോലുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സംഭവത്തിൽ ഇല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ഓരോ പോലീസ് സ്റ്റേഷനിലും പലപ്പോഴായിട്ട് സംഭവിക്കുന്നുണ്ട്. ആ ഉദ്യോഗസ്ഥന്മാർ, ഇപ്പം ഞാനിത് ചെയ്തുകൊണ്ട് പറയില്ല, ഞാൻ റിസ്ക് എടുത്തു. ഈ ഒരു റിസ്ക് എടുക്കാൻ ഒരു പക്ഷേ ഇത് കേൾക്കുന്ന പല ഉദ്യോഗസ്ഥന്മാരും തയ്യാറായില്ല. ഒരു പക്ഷേ അയാൾക്ക് വല്ല ലഭിച്ച പാടെ അയാൾ റിമാൻഡ് അടിച്ചു വരും. അത് അയാൾക്ക് വട്ടായിരുന്നു. എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ ആര് എന്ത് ചെയ്യും എന്ന് പറയും. ചിലപ്പോൾ ഒരു പക്ഷേ ഡിപ്പാർട്ട്മെൻറ്റ് പോലും ആരും പ്രൊട്ടക്റ്റ് ചെയ്യാനൊന്നും ഉണ്ടാവില്ല. ആരും ഉണ്ടാവില്ല. പക്ഷേ നോർമലി അങ്ങനൊരു കാര്യം നടന്നു. എനിക്ക് പക്ഷേ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഞാൻ നടന്ന എൻ്റെ ജീവിത വഴികളിൽ എനിക്ക് അനുഭവമായ കാര്യങ്ങളിൽ നോക്കുമ്പോൾ ഇത്തരം ഒരു കാര്യം എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഉള്ളു. നോർമലി നല്ല വൃത്തിയായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നു. അപ്പോൾ അതാണ് അങ്ങനെ ഒരു ഇൻസിഡൻറ്റ്.